ഹലോ, ഞാൻ നീലിമ വർമ്മ. എൻ്റെ ചാനൽ ഡിസ്കഷൻ വിത്ത് സി ആസ്പിറന്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ചെറിയൊരു ഹെഡ് ഓഫ് ഇൻകം ആണ് കവർ ചെയ്യുന്നത്, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. വളരെ ക്വിക്കായിട്ട് നമുക്ക് ഇതിനെ റിവിഷൻ ചെയ്യാം. സെക്ഷൻ 22 മുതൽ സെക്ഷൻ 27 വരെയാണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ കവർ ചെയ്യുന്നത്. സെക്ഷൻ 22 ഇസ് എ ചാർജിങ് സെക്ഷൻ. ചാർജിങ് സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഡോറാണ്. ആരൊക്കെയാണ് ഇതിനകത്ത് കടക്കാൻ പറ്റുക ഇല്ല എന്നുള്ളതാണ് സെക്ഷൻ 20, അതായത് ഒരു ചാർജിങ് സെക്ഷൻ പറയുന്നത്. അപ്പൊ ചാർജിങ് സെക്ഷൻ മനസ്സിലാക്കിയാൽ മാത്രമേ ആ ചാപ്റ്ററിന്റെ ബേസിക് എന്താണെന്ന് അല്ലെങ്കിൽ ആ ചാപ്റ്ററിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇത് ഇമ്പോർട്ടന്റ് അല്ല, പക്ഷെ ഇത് മനസ്സിലാക്കിയാലേ ഹൗസ് പ്രോപ്പർട്ടിയിൽ എന്തൊക്കെ കവർ ആവും കവർ ആവില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ സെക്ഷൻ 22 ചാർജിങ് സെക്ഷൻ പറയുന്നത് ഈ ഹൗസ് പ്രോപ്പർട്ടി ഹെഡിൽ നിങ്ങൾക്ക് വരണമെങ്കിൽ നിങ്ങൾക്ക് 3 കണ്ടീഷനുകൾ ഫുൾഫിൽ ചെയ്യണം. അതായത് ഈ 3 കണ്ടീഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഹൗസ് പ്രോപ്പർട്ടിയിൽ നിങ്ങൾക്ക് എൻട്രി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ 3 ഹെഡിങ്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ ഇസ് പ്രോപ്പർട്ടി. നിങ്ങളുടെ കയ്യിൽ ഒരു പ്രോപ്പർട്ടി ഉണ്ടാവണം. ഈ പ്രോപ്പർട്ടി കൺസിസ്റ്റ് ഓഫ് ബിൽഡിംഗ് ആൻഡ് ലാൻഡ് അപ്പർട്ടനന്റ് thereto. ബിൽഡിംഗ് ആൻഡ് ലാൻഡ് അപ്പർട്ടനന്റ് thereto, അതായത് വെറും വേക്കന്റ് ലാൻഡ് ആണെങ്കിൽ ഹൗസ് പ്രോപ്പർട്ടിയിൽ വരില്ല. അത് ഇഫോസ്, അതായത് ഇൻകം ഫ്രം അതർ സോഴ്സസിലായിരിക്കും അത് ടാക്സബിൾ ആവുന്നത്. അതായത് ബിൽഡിംഗ് ആൻഡ് ലാൻഡ് അപ്പർട്ടനന്റ് thereto, ബിൽഡിങ് അതിന്റെ കൂടെയുള്ള ലാൻഡ്, അതായത് ഒന്നല്ലെങ്കിൽ ബിൽഡിംഗ് ഒറ്റയ്ക്ക്, അല്ലെങ്കിൽ ബിൽഡിംഗ് ആൻഡ് ലാൻഡ് അപ്പർട്ടനന്റ് thereto, അതായത് ഏത് ലാൻഡിലാണോ ആ ബിൽഡിംഗ് നിൽക്കുന്നത് അതിന്റെ ചുറ്റുവട്ടമുള്ളത് ഗാർഡൻ ആയിക്കോട്ടെ, ഒരു ബാക്ക് യാർഡ് ആയിക്കോട്ടെ, ഗ്യാരേജ് ആയിക്കോട്ടെ, അപ്രോച്ച് റോഡ് ആയിക്കോട്ടെ, ഇതെല്ലാം എന്തായിട്ട് വരും? നമ്മുടെ land appurtenant thereto ആയിട്ട് വരുന്നതാണ്. ഓക്കെ, സോ ഇറ്റ് ഈസ് എ ബിൽഡിംഗ് ഓർ ലാൻഡ് appurtenant thereto. വേക്കന്റ് ലാൻഡ് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ വരാം. വേക്കന്റ് ലാൻഡ് എന്ന് പറയുമ്പോൾ അത് ഇൻകം ഫ്രം അതർ സോഴ്സസിലാണ് ടാക്സബിൾ ആവുന്നത്. സെക്കൻഡ് വൺ, ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? പ്രോപ്പർട്ടി ഉണ്ടാവണം, ആൻഡ് ദാറ്റ് പ്രോപ്പർട്ടി ഷുഡ് ബി എ ബിൽഡിംഗ് ഓർ എ ലാൻഡ് appurtenant thereto. സെക്കൻഡ് വൺ, SSC ഷുഡ് ബി ദി ഓണർ ഓഫ് ദ പ്രോപ്പർട്ടി. SSC ഷുഡ് ബി ദി ഓണർ ഓഫ് ദ പ്രോപ്പർട്ടി. ഓണർ എന്ന് പറയുമ്പോൾ ഇവിടെ രജിസ്ട്രേഷൻ കമ്പൽസറി അല്ല. ഡീംഡ് ഓണർ ആണെങ്കിൽ കൂടിയിട്ട് എന്താണ് ഹൗസ് പ്രോപ്പർട്ടി ഇൻകത്തിൽ നിങ്ങൾ വരും. ഓക്കെ, ഡീംഡ് ഓണർ എന്താന്നുള്ളത് നമുക്ക് പിന്നീട് നോക്കാം. ആദ്യം നമ്മൾ സെക്ഷൻ 22ലാണ് ഇപ്പോഴും. അപ്പൊ സെക്ഷൻ 22ൽ 3 കണ്ടീഷനിൽ 2 കണ്ടീഷൻ കഴിഞ്ഞു. ഫസ്റ്റ് വൺ ഇസ് there should be a property and property is a building or land appurtenant thereto, and second one, SSC should be the owner of the property. Owner includes deemed owner. Third one, ആ പ്രോപ്പർട്ടിനെ SSC സ്വന്തം ബിസിനസ് ഓർ പ്രൊഫഷൻ പർപ്പസിന് യൂസ് ചെയ്യാൻ പാടില്ല. അതായത് എന്താണ്? ഞാൻ SSC എന്റെ ഈ റൂം ഉണ്ടെങ്കിൽ ഇത് ഞാൻ എന്റെ സ്വന്തം ബിസിനസ് ഓർ പ്രൊഫഷൻ പർപ്പസിന് യൂസ് ചെയ്യാൻ പാടില്ല. കാരണം എന്താ? ഈ ബിസിനസ് പ്രൊഫഷന് ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് കിട്ടുന്ന ഇൻകം എന്റെ PGBP ഹെഡിൽ ടാക്സബിൾ ആവും. അതായത് അപ്പോൾ ബിസിനസ് പ്രൊഫഷന് ഞാൻ ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഹൗസ് പ്രോപ്പർട്ടിയിൽ അത് ടാക്സബിൾ ആവുന്നതല്ല. അപ്പൊ 3 കണ്ടീഷൻ ഉണ്ട് സെക്ഷൻ 22 വരണമെങ്കിൽ. അതായത് ഇഫ് യു വാണ്ട് ടു എൻറ്റർ ഇൻടു ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി 3 കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യണം. ഫസ്റ്റ് വൺ, there should be a property and property includes building or land appurtenant thereto. ബിൽഡിംഗ് ഏത് ബിൽഡിംഗും ആവാം. റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആവണമെന്ന് ആവശ്യമില്ല. റെസിഡൻഷ്യൽ ബിൽഡിംഗും ആവാം, കമേഴ്ഷ്യൽ ബിൽഡിംഗും ആവാം, ഓഫീസസ് ആവാം, ഗ്യാരേജ് ആവാം, ഓഫീസസ് ആവാം, ഗോഡൌൺസ് ആവാം, അല്ലെങ്കിൽ ചെറിയ ഷോപ്സ് ആവാം, കമേഴ്ഷ്യൽ ആവാം, എന്തും ആവാം. പക്ഷെ അത് ബിൽഡിംഗ് ആയിരിക്കണം. അതിന്റെ ചുറ്റുമുള്ള ലാൻഡ് appurtenant thereto എന്നാണ് പറയുന്നത്. സെക്കൻഡ് വൺ, SSC ഷുഡ് ബി ദി ഓണർ ഓഫ് ദ പ്രോപ്പർട്ടി. അതായത് SSC ഓണർ ആയിരിക്കണം. ഓണർ ഇൻക്ലൂഡ്സ് ഡീംഡ് ഓണർ. ആൻഡ് ലാസ്റ്റ് വൺ, SSC ഷുഡ് നോട്ട് യൂസ് ദാറ്റ് പ്രോപ്പർട്ടി ഫോർ ഹിസ് ഓൺ ബിസിനസ് ഓർ പ്രൊഫഷൻ പർപ്പസ്. SSC അത് സ്വന്തം ബിസിനസ് ഓർ പ്രൊഫഷൻ പർപ്പസിന് യൂസ് ചെയ്യാൻ പാടില്ല. ഈ 3 കണ്ടീഷൻ നിങ്ങൾ ഫുൾഫിൽ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഹൗസ് പ്രോപ്പർട്ടി ഇൻകമിൽ കൺസിഡർ ചെയ്യപ്പെടും. ഹൗസ് പ്രോപ്പർട്ടിയിൽ നിങ്ങളുടെ ഇൻകം ടാക്സബിളുമായിട്ട് കരുതപ്പെടും. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ, എങ്ങനെയാണ് ഇതിന്റെ ഹൗസ് പ്രോപ്പർട്ടിയുടെ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത്? സെക്ഷൻ 23, ഡിറ്റർമിനേഷൻ ഓഫ് ഗ്രോസ് ആനുവൽ വാല്യൂ. ഇപ്പൊ മനസ്സിലാക്കണം, ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ള ഒരു ഹെഡ് നോഷണൽ ഇൻകമിലും എന്താണ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് റെന്റൽ ഇൻകമിലല്ല, നോഷണൽ ഇൻകമിലും എന്താണ് ഹൗസ് പ്രോപ്പർട്ടിയിലെ ടാക്സ്, ഹൗസ് പ്രോപ്പർട്ടി ഹെഡിൽ ടാക്സബിൾ ആക്കുന്നുണ്ട്. നോഷണൽ റെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഫോർ എക്സാമ്പിൾ, എന്റെ കയ്യിൽ 3 ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട്. ഇത് ഈ വർഷത്തെ അമെൻമെന്റ് ആണ്.
ഡീറ്റെയിൽഡ് അമെൻമെന്റ് ഞാൻ എന്റെ അമെൻമെന്റ് ലെക്ചറിൽ ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മുടെ ഒരു ക്വിക്ക് റിവിഷൻ ആണ് കേട്ടോ. അപ്പോ എനിക്ക് സപ്പോസ് വിചാരിക്കും 3 ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട്. ഇപ്പൊ അമെൻമെന്റ് വഴി എനിക്ക് 2 ഹൗസ് പ്രോപ്പർട്ടി വരെ എന്റെ ഹൗസ് പ്രോപ്പർട്ടിയുടെ സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടി ആയിട്ട് കരുതപ്പെടും. മൂന്നാമത്തെ വീട് എന്തായിരിക്കും? മൂന്നാമത്തെ അല്ലെങ്കിൽ നിങ്ങൾക്ക് കമ്പാരിസൺ ചെയ്യണം. അപ്പൊ 2 വീട് എനിക്ക് SOP ആയിട്ട് തിരഞ്ഞെടുക്കാം. ആൻഡ് മൂന്നാമത്തെ വീട് എന്റെ എന്തായിരിക്കും? DLOP, ഡീം ടു ബി ലെറ്റർ പ്രോപ്പർട്ടി ആവും. അപ്പോ അവര് പറയുന്നത് ഡീം ടു ബി ലെറ്റർ പ്രോപ്പർട്ടി, അതായത് ഞങ്ങൾ അതിനെ അസ്യൂം ചെയ്യും അത് ലെറ്റർ പ്രോപ്പർട്ടി ആണ്. ആൻഡ് നിങ്ങൾക്ക് അതിൽ നോഷണൽ ആയിട്ട് ഇൻകത്തിൽ ടാക്സ് പേ ചെയ്യേണ്ടി വരും. ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് സത്യം തന്നെയാണ്. അതായത് ഇഫ് യു ഹാവ് ഗോട്ട് 3 ഹൗസസ്, നിങ്ങൾക്ക് 3 ഹൗസ് ഉണ്ട്, അത് നിങ്ങൾ വാടകയ്ക്ക് കൊടുക്കുന്നില്ല. ഓക്കെ, അതിനെ നിങ്ങൾ അങ്ങനെ മീൻസ് ഒന്നും ചെയ്യാണ്ട് സെൽഫ് ഓക്യുപ്പൈഡ് ആക്കിയിട്ട് വിട്ടിരിക്കണം. ഒരു വീട്ടിൽ നിങ്ങൾ താമസിക്കുന്നു, 2 വീട്ടിൽ നിങ്ങൾ അടച്ചുപൂട്ടിയിരിക്കുകയാണ്. അപ്പൊ ഗവൺമെന്റ് പറയുന്നത് സപ്പോസ് നിങ്ങളുടെ കയ്യിൽ 3 വീടുണ്ട്, ആ 3 വീടുകളിൽ ഒരു വീട്ടിൽ നിങ്ങൾ താമസിക്കുന്നു, മറ്റു 2 വീടും നിങ്ങൾ ലെറ്റ് ഔട്ടിന് കൊടുക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അത്രത്തോളം ഇൻകം ഉണ്ടെങ്കിൽ എന്നാ പിന്നെ ടാക്സ് അടച്ചോളൂ. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പൊ ഇൻകത്തിന് കുറവുള്ള ആൾ എന്ത് ചെയ്യും? ഒരു 2 വീടുണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും വീട് വാടകയ്ക്ക് കൊടുത്തിട്ട് അതിനെ ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി ആക്കും. സോ യു ആർ നോട്ട് ഡൂയിങ് ദാറ്റ്, യു ആർ നോട്ട് ലെറ്റിംഗ് ഇറ്റ് ഔട്ട്. നിങ്ങൾ അതിനെ ലെറ്റ് ഔട്ട് ചെയ്യുന്നില്ല. 3 വീടുണ്ട്, ഒരു വീട്ടിൽ നിങ്ങൾ താമസിച്ചിട്ട് 2 വീട് അതേപോലെ അടച്ചുപൂട്ടിയിരിക്കും. അപ്പൊ ഗവൺമെന്റ് എന്താ പറയുന്നത്? 2 വീട് അലൗഡ് ആണ്, മൂന്നാമത്തെ വീട് ഇറ്റ് വിൽ ബി കൺസിഡർഡ് ആസ് ഡീം ലെറ്റ് ഔട്ട്. അപ്പൊ ഇവിടെ എന്താണ് വരുന്നത്? നോഷണൽ ഇൻകത്തിൽ എന്താണ് ടാക്സ് കണക്കാക്കുന്നുണ്ട്. അപ്പൊ ഡിറ്റർമിനേഷൻ ഓഫ് എ ഗ്രോസ് ആനുവൽ വാല്യൂ, അതിനകത്ത് നമ്മൾ ഫസ്റ്റ് എത്ര ടൈപ്സ് ഓഫ് ഹൗസസ് ഉണ്ട് നമ്മുടെ കയ്യില്? മെയിൻലി 2 ആണ്, SOP, LOP, സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടി ആൻഡ് ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി. സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താ? ആ വീട് ഞാൻ എനിക്ക് സ്വയം താമസിക്കാൻ വേണ്ടിയുള്ള പെർപ്പസിന് വെച്ചിരിക്കുകയാണ്. ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ വിൽക്കുന്ന വീട്, അതായത് ഞാൻ റെന്റിന് കൊടുക്കുന്ന വീടാണ് ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി. സോ ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി ആൻഡ് സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടി, ഇതാണ് നമ്മുടെ 2 തരത്തിലുള്ള വീടുകൾ. അപ്പോ നമുക്ക് സെക്ഷൻ 23 ഡിറ്റർമിനേഷൻ ഓഫ് ഗ്രോസ് ആനുവൽ വാല്യൂ. അതിനു മുമ്പ് നമുക്ക് ഇതിന്റെ ഫോർമാറ്റ് നോക്കാം. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഹൗസ് പ്രോപ്പർട്ടിയുടെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിനെ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്? അപ്പൊ ഇവിടെ മെത്തേഡ് ഓഫ് അക്കൗണ്ടിങ് ഇമ്പോർട്ടന്റ് അല്ല. ഹൗസ് പ്രോപ്പർട്ടി ഹെഡിൽ മെത്തേഡ് ഓഫ് അക്കൗണ്ടിങ് ഇമ്പോർട്ടന്റ് അല്ല. ഇൻകം ടാക്സിന്റെ സ്വന്തമായിട്ടുള്ള ഒരു ഫോർമാറ്റ് ഉണ്ട്, ആ ഫോർമാറ്റിലാണ് നിങ്ങൾക്ക് അതിന് സോൾവ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇവിടെ മെത്തേഡ് ഓഫ് അക്കൗണ്ടിങ് ഇമ്പോർട്ടന്റ് അല്ല. സോ ഗ്രോസ് ആനുവൽ വാല്യൂ GAV ലെസ് മുനിസിപ്പൽ ടാക്സസ്, ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മുന്നേ നോക്കാം. നെറ്റ് ആനുവൽ വാല്യൂ, അതായത് GAV നിന്ന് മുനിസിപ്പൽ ടാക്സ് മൈനസ് ചെയ്താൽ നിങ്ങൾക്ക് NAV കിട്ടും. NAV ലെസ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 24. ഇനി സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടി, ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി, രണ്ടിന്റെ വ്യത്യാസം പറഞ്ഞുതരാം. സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടിയിൽ GAV എപ്പോഴും നില്ലായിരിക്കും. ഓക്കെ, ലെസ് മുനിസിപ്പൽ ടാക്സ് ഓൾവേസ് നിൽ. NAV നെറ്റ് ആനുവൽ വാല്യൂ നിൽ, അതായത് GAV നിൽ, അതിൽ നിന്ന് മുനിസിപ്പൽ ടാക്സ് നിൽ മൈനസ് ചെയ്ത NAV എന്താവും? നിൽ. ഇനി ലെസ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 24. SOPL 24 സെക്ഷൻ 24ൽ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കിട്ടുന്നതല്ല. ഓക്കെ, സോ SOPൽ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കിട്ടില്ല, 24A കിട്ടില്ല, നിങ്ങൾക്ക് മാത്രം 24B ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ഫണ്ട് മാത്രമേ കിട്ടുള്ളൂ. അപ്പോ ഈതർ നിങ്ങളുടെ ആൻസർ നെഗറ്റീവ് ആവും അല്ലെങ്കിൽ നിങ്ങളുടെ ആൻസർ നിൽ ആവും. അതായത് ക്വസ്റ്റനിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് മൈനസ് ചെയ്യാം, നിങ്ങളുടെ ആൻസർ നെഗറ്റീവ് ആയിരിക്കും, സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടി. ക്വസ്റ്റനിൽ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ SOP അത് നില്ലായിരിക്കും. സോ GAV നിൽ, മുനിസിപ്പൽ ടാക്സ് നിൽ, NAV നിൽ. ലെസ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 24. 24A കിട്ടില്ല, 24B ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ഫണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ഫണ്ട് എമൗണ്ട് ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. ആൻസർ എപ്പോഴും, അതായത് ഇൻകം ഫ്രം ഹൗസ് സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടി ഒന്നല്ലെങ്കിൽ നെഗറ്റീവ് അല്ലെങ്കിൽ നിൽ എമൗണ്ട് ആയിരിക്കും. ഓക്കെ, ഇൻട്രസ്റ്റിന്റെ ഭാഗം നമുക്ക് മുന്നോട്ട് പോകാം. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫോർമാറ്റ് ആണ്. ഇനി ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി. ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിക്കും ഡീം ടു ബി ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിക്കും ഒരേ ഫോർമാറ്റ് ആണ്. സോ ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിയും ഡീം ടു ബി ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിക്കും ഒരേ ഫോർമാറ്റ് ആണ്. അതായത് ഗ്രോസ് ആനുവൽ വാല്യൂ നിങ്ങൾക്ക് കമ്പ്യൂട്ട് ചെയ്യണം, ലെസ് മുനിസിപ്പൽ ടാക്സ്, ആൻസർ വരുന്നത് നെറ്റ് ആനുവൽ വാല്യൂ. അതിൽ നിന്ന് നിങ്ങൾ മൈനസ് ചെയ്യും. ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 24. 2 ഡിഡക്ഷൻസ് ഉണ്ട്. ഒന്ന് സെക്ഷൻ under section 24A standard deduction 30% of NAV. മറ്റ് എക്സ്പെൻസസ് നമുക്ക് അലൗ ചെയ്ത് കിട്ടുമോ? ഇല്ല. അതായത് ഈ സ്റ്റാൻഡേർഡ് ഡിഡക്ഷനകത്ത് എല്ലാ എക്സ്പെൻസസ് കവേർഡ് ആണ്. ഓക്കെ, അപ്പൊ GAV
കാൽക്കുലേറ്റ് ചെയ്യുക. ലെസ് മുനിസിപ്പൽ ടാക്സ് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ടെങ്കിൽ മൈനസ് ചെയ്യുക. കിട്ടുന്നത് ആൻസർ നെറ്റ് ആനുവൽ വാല്യൂ. ലെസ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 24. അണ്ടർ സെക്ഷൻ 24A സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 30% ഓഫ് NAV. ഓക്കെ. അണ്ടർ സെക്ഷൻ 24B ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ഫണ്ട്. ഇതിന്റെ ഡീറ്റെയിൽ നമുക്ക് പിന്നീട് കവർ ചെയ്യാം. ഓക്കെ. അപ്പോ LOP DLOP യുടെ ഫോർമാറ്റ് ഞാൻ പറഞ്ഞു തന്നു. SOP യുടെ ഫോർമാറ്റും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇനി GAV എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ആദ്യം LOP യുടെ ഞാൻ പറഞ്ഞുതരാം. SOPക്ക് GAV ഓൾവേസ് നിൽ. ഓക്കെ. സോ GAV ഫസ്റ്റ് ഫോർ LOP ലെറ്റർ പ്രോപ്പർട്ടിക്ക് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഫസ്റ്റ് സ്റ്റെപ്പ് മുനിസിപ്പൽ വാല്യൂ. ഇതിനെ റേറ്റബിൾ വാല്യൂ എന്നും പറയും. മുനിസിപ്പൽ വാല്യൂ എന്ന് വെച്ചാൽ എന്താണ്? മുനിസിപ്പൽ ടാക്സ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ റെക്കോർഡിൽ ഒരു പെർട്ടിക്കുലർ പ്രോപ്പർട്ടി ഒരു വർഷം എത്ര ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് അവരുടെ റെക്കോർഡിൽ ഉണ്ടാവും. അതിനാണ് നമ്മൾ മുനിസിപ്പൽ വാല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ആസ് പെർ മുനിസിപ്പാലിറ്റി സ്റ്റേറ്റ് ഗവൺമെന്റ്. അപ്പോ മുനിസിപ്പൽ വാല്യുവേഷൻ എന്നത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ റേറ്റബിൾ വാല്യൂ എന്ന ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. അപ്പൊ മുനിസിപ്പൽ വാല്യൂ കൂടെ നമുക്ക് സെക്കൻഡ് വൺ എന്താണ് എടുക്കേണ്ടത്? ഫെയർ റെന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രോപ്പർട്ടിയെ പോലെ ഒരു സിമിലർ പ്രോപ്പർട്ടി എത്ര ഇൻകം ആണ് ജനറേറ്റ് ചെയ്യുന്നത്, അതാണ് നമ്മുടെ ഫെയർ റെന്റ്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് മുനിസിപ്പൽ വാല്യുവേഷൻ ഓർ ഫെയർ റെന്റ് രണ്ടിനെയും കമ്പയർ ചെയ്യുക. വിച്ച് എവർ ഇസ് ഹയർ. ഈ ഹയർ വരുന്ന എമൗണ്ടിനെ സ്റ്റാൻഡേർഡ് റെന്റ് ആയിട്ട് കമ്പയർ ചെയ്യുക. സ്റ്റാൻഡേർഡ് റെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? റെന്റ് ആസ് പെർ കൺട്രോൾ ആക്ട്. റെന്റ് കൺട്രോൾ ആക്ട് അനുസരിച്ച് മാക്സിമം റെന്റ് എത്രയാണ് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ മാക്സിമം റെന്റ് എത്ര നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും എന്നുള്ളത് റെന്റ് കൺട്രോൾ ആക്ട് പ്രകാരമുള്ളതിനാണ് സ്റ്റാൻഡേർഡ് റെന്റ് എന്ന് പറയുന്നത്. മാക്സിമം ഇത്ര റെന്റ് നിങ്ങൾക്ക് ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് മുനിസിപ്പൽ വാല്യൂ ഓർ ഫെയർ റെന്റ് വിച്ച് എവർ ഇസ് ഹയർ. ആ ഹയർ വന്ന എമൗണ്ടിനെ സ്റ്റാൻഡേർഡ് റെന്റ് ആയിട്ട് കമ്പയർ ചെയ്യുക. വിച്ച് എവർ ഇസ് ലോവർ ഇറ്റ് വിൽ ബി കൺസിഡർഡ് ആസ് എക്സ്പെക്ടഡ് റെന്റ്. അപ്പൊ എക്സ്പെക്ടഡ് റെന്റ് എന്ന് പറയുമ്പോൾ അഗെയിൻ ഞാൻ പറഞ്ഞില്ലേ, നോഷണൽ റെന്റിലും എന്താണ് നിങ്ങളുടെ ടാക്സ് വരുന്നതാണ്. അപ്പൊ സ്റ്റെപ്പ് വൺ എന്താ? മുനിസിപ്പൽ വാല്യൂ ഫെയർ റെന്റ് രണ്ടും കമ്പയർ ചെയ്യുക. വിച്ച് എവർ ഇസ് ഹയർ, ആ ഹയർ എമൗണ്ടിനെ സ്റ്റാൻഡേർഡ് റെന്റ് ആയിട്ട് കമ്പയർ ചെയ്യുക. വിച്ച് എവർ ഇസ് ലോവർ. ഓക്കെ. അപ്പൊ എന്താണോ നിങ്ങൾക്ക് കിട്ടുന്നത് അതാണ് നിങ്ങളുടെ എക്സ്പെക്ടഡ് റെന്റ്. ഓക്കെ. ഇതാണ് A. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾക്ക് എന്താ നോക്കേണ്ടത്? ഈ എക്സ്പെക്ടഡ് റെന്റിനെ നിങ്ങൾക്ക് ആക്ച്വൽ റെന്റ് ആയിട്ട് കമ്പയർ ചെയ്യണം. ആക്ച്വൽ റെന്റ് എങ്ങനെ കിട്ടും? ആനുവൽ റെന്റ് എങ്ങാനും അൺറിയലൈസ്ഡ് റെന്റ് ഉണ്ടെങ്കിൽ അതിനെ മൈനസ് ചെയ്യുക, ആൻഡ് വേക്കൻസി പീരീഡ് ഉണ്ടെങ്കിൽ അതിനെ മൈനസ് ചെയ്യുക. പക്ഷെ വേക്കൻസി പീരീഡ് നമുക്ക് തേർഡ് സ്റ്റെപ്പിൽ ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പൊ ഞാൻ പിന്നെയും പറഞ്ഞുതരാം. ഫസ്റ്റ് സ്റ്റെപ്പ് മുനിസിപ്പൽ വാല്യൂ or fair rent whichever is higher വരുന്ന എമൗണ്ടിനെ സ്റ്റാൻഡേർഡ് റെന്റ് ആയിട്ട് കമ്പയർ ചെയ്യുക. whichever is lower അതാണ് എക്സ്പെക്ടഡ് റെന്റ്. ഇനി ഈ എക്സ്പെക്ടഡ് റെന്റിനെ നിങ്ങൾക്ക് ആക്ച്വൽ റെന്റ് ആയിട്ട് കണക്കാക്കണം. ഓക്കെ. സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വൽ റെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? റെന്റ് റിസീവ്ഡ് പ്ലസ് റെന്റ് റിസീവബിൾ മൈനസ് അൺറിയലൈസ്ഡ് റെന്റ്. അൺറിയലൈസ്ഡ് റെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ബാഡ് ഡെറ്റ്സ്. അതായത് എനിക്ക് തരാനുള്ള റെന്റ് എനിക്ക് കിട്ടാതെ വന്നു, അതായത് അയാൾ എന്നെ പറ്റിച്ചു പോയി. അപ്പൊ അതാണ് നമ്മുടെ അൺറിയലൈസ്ഡ് റെന്റ്. റിയലൈസ് ആയില്ല, അതായത് എനിക്ക് കിട്ടിയില്ല. ബാഡ് ഡെറ്റ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് കണക്കാക്കാം. ഓക്കെ. സോ ഫസ്റ്റ് സ്റ്റെപ്പ് മുനിസിപ്പൽ വാല്യൂ ഓർ ഫെയർ റെന്റ് വിച്ച് എവർ ഇസ് ഹയർ. അതിനുശേഷം വരുന്ന ആ ഹയർ എമൗണ്ടിനെ സ്റ്റാൻഡേർഡ് റെന്റ് ആയിട്ട് കമ്പയർ ചെയ്യുക. വിച്ച് എവർ ഇസ് ലോവർ. വൺ സെക്കൻഡ്. whichever is lower. ഇനി ഈ വരുന്ന എക്സ്പെക്ടഡ് റെന്റിനെ നിങ്ങൾക്ക് ആക്ച്വൽ റെന്റ് ആയിട്ട് കമ്പയർ ചെയ്യണം. അപ്പൊ ഈ ആക്ച്വൽ റെന്റ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കമ്പയർ ചെയ്തിട്ട് whichever is higher വരുന്ന എമൗണ്ട് അതായിരിക്കും നിങ്ങളുടെ GAV ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ. ഇനി അടുത്തത് മുനിസിപ്പൽ ടാക്സ്. ഇനി കണ്ടിന്യൂഷൻ ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. മുനിസിപ്പൽ ടാക്സ് എന്ന് പറയുന്നത് ഇവിടെ ചില പോയിന്റ്സ് നിങ്ങൾക്ക് ഓർത്തു വെക്കാനുണ്ട്. എന്താണെന്ന് ഞാൻ പിന്നെ പറയാം. മുനിസിപ്പൽ വാല്യൂ ഫോർ കളക്ഷൻ ഇത് ഞാൻ പറഞ്ഞു തന്നു. ഫെയർ റെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രോപ്പർട്ടിക്ക് സിമിലർ ഏരിയാസിൽ എത്രയാണ് നമ്മുടെ ഫെയർ ആയിട്ടുള്ള ഒരു റെന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതാണ് ഫെയർ റെന്റ്. സ്റ്റാൻഡേർഡ് റെന്റ് എന്ന് പറയുന്നത് മാക്സിമം റെന്റ് ആസ് പെർ റെന്റ് കൺട്രോൾ ആക്ട്. ഇനി ഇൻ ആക്ച്വൽ റെന്റിനകത്ത് ഇത് ഓർത്ത് വെക്കുക. നോൺ റീഫണ്ടബിൾ ഡിപ്പോസിറ്റ് വിൽ ബി ഇൻക്ലൂഡഡ് ഓൺ പ്രൊറാറ്റ ബേസിസ്. അതായത് നോൺ റീഫണ്ടബിൾ ഡിപ്പോസിറ്റ് ആണെങ്കിൽ പ്രൊറാറ്റ ബേസിസ് എത്ര കാലത്തേക്കാണോ നോൺ റീഫണ്ടബിൾ എന്നുള്ളത് പ്രൊറാറ്റ എന്ന് പറയുമ്പോൾ ഒരു
വെയിറ്റഡ് ആയിട്ട് എടുക്കണം. ഇത്ര മാസത്തിന് ഇത്രയാണെങ്കിൽ ഇത്ര മാസത്തിന് ഇത്ര, അങ്ങനെ പ്രോ റാറ്റ ബേസിസിൽ ഓൺ അക്രൂവൽ ബേസിസ് ആൻഡ് അഡ്വാൻസ് റെന്റ് ഷാൽ നോട്ട് ബി കൺസിഡർഡ്. അഡ്വാൻസ് റെന്റ് ആണ് കൺസിഡർ ചെയ്യുന്നത് അല്ല. ഓക്കെ, ഇനി എക്സാമ്പിൾസ് ഇവിടെ ഉണ്ട്. ഇനി എങ്ങനെ ക്വസ്റ്റ്യനിൽ അൺറിയലൈസ്ഡ് റെന്റ് ഉണ്ടെങ്കിൽ when any rent not realized it can be termed as unrealized rent. അതായത് ഏതെങ്കിലും റെന്റ് നമുക്ക് റിയലൈസ് ആയിട്ടില്ലെങ്കിൽ, അതായത് അവിടെ ടെനന്റ് താമസിച്ചിട്ടുണ്ട് പക്ഷെ ആ ടെനന്റ് നമുക്ക് റെന്റ് തന്നിട്ടില്ല, അതായത് അയാൾ നമ്മളെ പറ്റിച്ചു പോയി. അപ്പൊ അങ്ങനത്തെ കേസിൽ നമുക്ക് എന്താണ് അൺറിയലൈസ്ഡ് റെന്റ് ഉണ്ട്. അപ്പോൾ ആക്ച്വൽ റെന്റ് എന്ന് പറയുമ്പോൾ ആനുവൽ റെന്റ്, ആനുവൽ എന്ന് പറയുമ്പോൾ 12 മാസത്തെ റെന്റ്, എത്ര മാസത്തിന്റെ റെന്റ് ആണോ അയാൾ പറ്റിച്ചു പോയത് അത് മൈനസ് ചെയ്യേണ്ടി വരും, എന്നാലേ നമുക്ക് ആക്ച്വൽ റെന്റ് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോ ഏത് റെന്റ് ആണോ പറ്റിച്ചു പോയത് അല്ലെങ്കിൽ റിയലൈസ് ആവാത്തത് അതിനെ നമ്മൾ അൺറിയലൈസ്ഡ് റെന്റ് എന്ന് പറയും, ബാഡ് ഡെറ്റ്സ് ഇൻ ഷോർട്ട് പറയാം. പക്ഷെ ഈ അൺറിയലൈസ്ഡ് റെന്റിന് നിങ്ങൾക്ക് ആനുവൽ റെന്റിൽ നിന്ന് മൈനസ് ചെയ്യണമെങ്കിൽ 4 കണ്ടീഷൻ നിങ്ങളുടെ ഫുൾഫിൽ ചെയ്യണം. എന്താണ് 4 കണ്ടീഷൻ? ആസ് റൂൾ 4 ഓഫ് IT റൂൾസ്. റൂൾ 4 ഓഫ് IT റൂൾസ് എന്തൊക്കെയാണ് 4? The tenancy is bona fide. Tenancy is bona fide. അത് റിയൽ ആയിരിക്കണം, അത് ഫേക്ക് ടെനൻസി ആവരുത്. Okay, bona fide ആയിരിക്കണം. Second one, defaulting tenant has vacated or steps have been taken to compel him to vacate. അവിടെ താമസിച്ചിരുന്ന ടെനന്റ് വീട് വിട്ടൊഴിഞ്ഞിട്ടുണ്ടാവണം, അല്ലെങ്കിൽ യു ഹാവ് ടേക്കൺ ഓൾ ദ മെഷേഴ്സ് ടു വെക്കേറ്റ് ഹിം ഔട്ട്. നിങ്ങൾ എല്ലാ മെഷേഴ്സും എടുത്തിട്ടുണ്ടാവണം അയാളെ പുറത്താക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, SSC ഹാസ് ടേക്കൺ ഓൾ റീസണബിൾ സ്റ്റെപ്സ് ടു ഇൻസ്റ്റിറ്റ്യൂട്ട് ലീഗൽ പ്രൊസീഡിംഗ് ഫോർ റിക്കവറി. അയാളുടെ കയ്യിൽ നിന്ന് പൈസ കിട്ടാനുള്ള എല്ലാ ലീഗൽ പ്രൊസീഡിങ്സും SSC ചെയ്തിട്ടുണ്ടാവണം. Last one, the defaulting tenant is not in occupancy of any other property of same SSC. അതായത് ഞാൻ എന്റെ സപ്പോസ് എനിക്ക് വിചാരിക്കും 2 വീടുണ്ട് A and B. ഞാൻ ആ ടെനന്റിനെ A എന്ന് പറഞ്ഞു വിട്ടു പക്ഷെ ബിയിൽ താമസിക്കാൻ കൊടുത്തു. അപ്പോ ഈ അൺറിയലൈസ്ഡ് റെന്റ് എനിക്ക് മൈനസ് ചെയ്യാൻ കിട്ടുമോ? ഇല്ല. സോ ഈ 4 കണ്ടീഷനും ഫുൾഫിൽ ചെയ്താൽ മാത്രമേ അൺറിയലൈസ്ഡ് റെന്റ് ആനുവൽ റെന്റിന് മൈനസ് ചെയ്യാൻ പറ്റുള്ളൂ. ഫസ്റ്റ് വന്ന് എന്താ? ടെനൻസി ബോണഫൈഡ് ആയിരിക്കണം, അതായത് ശരിക്കുള്ള ടെനൻസി ആയിരിക്കണം, ഫേക്ക് ആയിരിക്കരുത്. ഓക്കെ. സെക്കൻഡ് വൺ, ടെനന്റ് വെക്കേറ്റ് ചെയ്തിട്ടുണ്ടാവണം, അല്ലെങ്കിൽ SSC ഹാസ് ടേക്കൺ ഓൾ മെഷേഴ്സ് ടു വെക്കേറ്റ് ഹിം ഔട്ട്. തേർഡ് വൺ, SSC എല്ലാ ലീഗൽ പ്രൊസീഡിങ്സും ചെയ്തിരിക്കണം ടു കളക്ട് ഫോർ ദ റിക്കവറി കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് റെന്റ് തിരിച്ചു കിട്ടാൻ വേണ്ടി ഞാനായ SSC എല്ലാ ലീഗൽ പ്രൊസീഡിങ്സും ചെയ്തിട്ടുണ്ടാവണം. ആൻഡ് ലാസ്റ്റ് വൺ, ഞാൻ അയാളെ ഒരു വീട്ടിൽ നിന്ന് എന്നെ പറഞ്ഞു വിട്ടു പക്ഷെ മറ്റൊരു വീട്ടിലേക്ക് ഞാൻ അയാളോട് താമസിക്കാൻ പറഞ്ഞു, അങ്ങനെയും ചെയ്യരുത്. അപ്പൊ ഈ 4 കണ്ടീഷൻ ഫോളോ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അൺറിയലൈസ്ഡ് റെന്റ് ആനുവൽ റെന്റിൽ നിന്ന് മൈനസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് കിട്ടും ആക്ച്വൽ റെന്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ, ഇവിടെ ഒരു എക്സാമ്പിൾ ഉണ്ട്. അത് ഒരു എക്സാമ്പിൾ, അതായത് നിങ്ങളുടെ മോഡ്യൂളിൽ ഇതിന്റെ റിലേറ്റഡ് സംസ് ചെയ്തിട്ട് പോവാ, അൺറിയലൈസ്ഡ് റെന്റിന് റിലേറ്റഡ് സംസ് ചെയ്തിട്ട് പോവാ. ഇനി ലോസ് ഡ്യൂ ടു വേക്കൻസി പീരീഡ് ഉണ്ടെങ്കിൽ, അതായത് എന്റെ വീട് വേക്കന്റ് ആയി കിടന്നു. ഓക്കെ, അപ്പൊ എന്റെ വീട് വേക്കന്റ് ആയി, അതായത് അതിനകത്ത് ആരും ഉണ്ടായിരുന്നില്ല. അപ്പൊ ആ കേസിൽ നമ്മൾ എന്ത് ചെയ്യും? കാരണം വേക്കൻസി പീരീഡ് ഉണ്ടെങ്കിൽ നമ്മുടെ ആനുവൽ റെന്റ് 12 മാസത്തിന് നമുക്ക് റെന്റ് കിട്ടില്ല. ഓക്കെ, സപ്പോസ് വിചാരിക്കൂ ഒരു ടെനന്റ് ഉണ്ടായിരുന്നു, അയാൾ 9 മാസം നിന്നുള്ളൂ, അപ്പൊ അയാൾ ബാക്കി 3 മാസത്തിന് നമുക്ക് റെന്റ് തരില്ല. ഓക്കെ, പക്ഷെ അത് അൺറിയലൈസ്ഡ് റെന്റും അല്ല, അയാൾ അവിടെ താമസിച്ചിട്ടേ ഇല്ല. അപ്പൊ അതെന്താണ്? 3 മാസം ആ വീട് പൂട്ടിക്കിടന്നു, അപ്പൊ വേക്കന്റ് ആയി. ഓക്കെ, ലോസ് ഡ്യൂ ടു വേക്കൻസി. ആ സമയത്ത് നമ്മുടെ GAV എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? വൈൽ ഫൈൻഡിങ് GAV ഡ്യൂ ടു വേക്കൻസി, നിങ്ങളുടെ റെന്റ് എങ്ങനെയാ നോക്കാം? AR. ഓക്കെ, AR എന്ന് പറയുമ്പോൾ നമ്മുടെ എന്താണ്? അപ്പൊ AR എന്ന് പറയുമ്പോൾ നമ്മുടെ ആക്ച്വൽ റെന്റ്. അപ്പോ നോക്കാം, ആക്ച്വൽ റെന്റ് ഈസ് ലെസ് ദാൻ എക്സ്പെക്ടഡ് റെന്റ്. അതായത് എക്സ്പെക്ടഡ് റെന്റും ആക്ച്വൽ റെന്റും കമ്പയർ ചെയ്യാം. ആക്ച്വൽ റെന്റ് എക്സ്പെക്ടഡ് റെന്റിനെക്കാട്ടിലും കുറവാണെങ്കിൽ റീസൺ നോക്കുക, വെദർ ഇറ്റ് ഇസ് ബിക്കോസ് ഓഫ് വേക്കൻസി പീരിയഡ് ഓർ ഇറ്റ് ഇസ് നോട്ട് ബിക്കോസ് ഓഫ് വേക്കൻസി പീരിയഡ്. അതായത് ആദ്യം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് എക്സ്പെക്ടഡ് റെന്റ്, പിന്നെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് ആക്ച്വൽ റെന്റ്. ഓക്കെ, ഇത് രണ്ടിനെയും കമ്പയർ ചെയ്യുക. ഇനി ആക്ച്വൽ റെന്റ് എക്സ്പെക്ടഡ് റെന്റിനെക്കാട്ടിലും കുറവാണ് ആവുന്നെങ്കിൽ റീസൺ നോക്കുക, വെദർ ഇറ്റ് ഇസ് ബിക്കോസ് ഓഫ് വേക്കൻസി പീരിയഡ്. അതായത് വേക്കൻസി പീരിയഡ് മൈനസ് ചെയ്യുന്നതിന് മുന്നേ ആക്ച്വൽ റെന്റ് കൂടുതലായിരുന്നു, പക്ഷെ വേക്കൻസി പീരിയഡ് മൈനസ് ചെയ്തപ്പോ ആക്ച്വൽ റെന്റ് നമ്മുടെ എക്സ്പെക്ടഡ് റെന്റിനെക്കാട്ടിലും
കുറവായി. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ. സോ എക്സ്പെക്ടഡ് റെന്റും ആക്ച്വൽ റെന്റും രണ്ടിനെയും കമ്പയർ ചെയ്യുക. എക്സ്പെക്ടഡ് റെന്റ് ആക്ച്വൽ റെന്റ് എക്സ്പെക്ടഡ് റെന്റിനെക്കാട്ടിലും കുറവാണെങ്കിൽ റീസൺ നോക്കുക, വെദർ ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് വേക്കൻസി പീരിയഡ് ഓർ നോട്ട് ബിക്കോസ് ഓഫ് വേക്കൻസി പീരിയഡ്. ഇഫ് ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് വേക്കൻസി പീരിയഡ്, അതായത് ആക്ച്വൽ റെന്റ് ആദ്യം കൂടുതലായിരുന്നു, ഓക്കെ, വേക്കൻസി പീരീഡ് മൈനസ് ചെയ്തപ്പോൾ എക്സ്പെക്ടഡ് റെന്റിനെക്കാട്ടിലും കുറവായി. അപ്പൊ ദിസ് ഇസ് ബിക്കോസ് ഓഫ് വേക്കൻസി പീരീഡ് ആണ്. വേക്കൻസി പീരീഡ് വന്ന കാരണമാണ് ആക്ച്വൽ റെന്റ് കുറഞ്ഞത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മുടെ GAV ആക്ച്വൽ റെന്റ് ആയിട്ട് തന്നെയാണ് എടുക്കുന്നത്. ഓക്കെ, ഇനി വീണ്ടും കമ്പയർ ചെയ്യാം. ഇത് എക്സ്പെക്ടഡ് റെന്റ്, ഇത് നമ്മുടെ ആക്ച്വൽ റെന്റ്. ആക്ച്വൽ റെന്റിൽ നിന്ന് നമ്മള് ഇത് വേക്കൻസി പീരീഡ് നമ്മൾ മൈനസ് ചെയ്തു. പക്ഷേ വേക്കൻസി പീരീഡ് ഓൾറെഡി ആക്ച്വൽ റെന്റ് കുറവായിരുന്നു, വേക്കൻസി പീരീഡ് മൈനസ് ചെയ്തപ്പോൾ പിന്നെയും കുറഞ്ഞു. പക്ഷെ അവിടെ കുറയുന്നതിന്റെ മെയിൻ റീസൺ വേക്കൻസി പീരീഡ് ആണോ? അല്ല. അപ്പൊ നമ്മുടെ GAV എന്തായിരിക്കും? എക്സ്പെക്ടഡ് റെന്റ് ആയിരിക്കും. ഓക്കെ, സോ ഞാൻ പിന്നീട് പറയാം. കമ്പയർ ചെയ്യാം. ഇത് എക്സ്പെക്ടഡ് റെന്റ്, ഇത് ആക്ച്വൽ റെന്റ്. ഓക്കെ, ആക്ച്വൽ റെന്റ് എക്സ്പെക്ടഡ് റെന്റിനെക്കാട്ടിലും കുറവാവുകയാണ് ബിക്കോസ് ഓഫ് വേക്കൻസി പീരീഡ് എങ്കിൽ നമ്മുടെ GAV ആക്ച്വൽ റെന്റ് ആയിരിക്കും. ബട്ട് ആക്ച്വൽ റെന്റ് ഓൾറെഡി എക്സ്പെക്ടഡ് റെന്റിനെക്കാട്ടിലും കുറവാണ്. അപ്പോ റീസൺ മറ്റെന്തുവാണ്? അപ്പൊ അത് കാരണം നമ്മുടെ GAV എന്തായിരിക്കും? എക്സ്പെക്ടഡ് റെന്റ് ആയിരിക്കും. ഓക്കെ, ഇനി AR അതായത് ആക്ച്വൽ റെന്റ് എക്സ്പെക്ടഡ് റെന്റിനെക്കാട്ടിലും കൂടുതലാണെങ്കിൽ ചോദിക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ GAV എന്തായിരിക്കും? ആക്ച്വൽ റെന്റ് തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഇതുവരെ GAV ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സെക്ഷൻ 23 GAV എന്താ പറയുന്നത്? ആദ്യം മുനിസിപ്പൽ വാല്യുവേഷൻ, ഫെയർ റെന്റ് whichever is higher, compare it with standard rent whichever is lower. നമുക്ക് എക്സ്പെക്ടഡ് റെന്റ് കിട്ടി, ER. ഓക്കെ, ഇനി നെക്സ്റ്റ് ആക്ച്വൽ റെന്റ് കാണണം. ആക്ച്വൽ റെന്റ് എങ്ങനെ കിട്ടുക? ആനുവൽ റെന്റ് എന്താണോ അതാണ് നമ്മൾ സാധാരണ ആക്ച്വൽ റെന്റ്. പക്ഷെ അൺറിയലൈസ്ഡ് റെന്റ് ഉണ്ടെങ്കിൽ 4 കണ്ടീഷൻ, റൂൾ 4ന്റെ 4 കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യുകയാണെങ്കിൽ ആനുവൽ റെന്റിൽ നിന്ന് അൺറിയലൈസ്ഡ് റെന്റ് നമുക്ക് മൈനസ് ചെയ്ത് കിട്ടും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ആക്ച്വൽ റെന്റ് കിട്ടും. ഇനി ക്വസ്റ്റ്യനിൽ വേക്കൻസി പീരീഡിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ, വേക്കൻസി പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ വാടകയ്ക്ക് കൊടുത്തു, സപ്പോസ് അയാൾ 10 മാസം നിന്നു, ബാക്കി 2 മാസം എന്റെ വീട് അടച്ചു പൂട്ടിയിരിക്കുന്നു, ഞാൻ അവിടെ കയറി താമസിക്കുകയാണെങ്കിൽ അതിന് വേക്കൻസി പീരീഡ് ആയിട്ട് പറയില്ല. ഓക്കെ, അപ്പൊ 10 മന്ത്സ് ഞാൻ അവിടെ അതിനെ വാടകയ്ക്ക് കൊടുത്തു, പക്ഷെ 2 മന്ത്സ് അവിടെ ആരും ഉണ്ടായിരുന്നില്ല, അത് ഞാൻ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. അപ്പൊ ആ 2 മാസം എന്താണ്? എന്റെ വേക്കൻസി പീരീഡ് ആണ്. ഓക്കെ, അപ്പൊ ആ കേസിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? നമുക്ക് നമ്മുടെ റെന്റിനെ എടുത്ത് നോക്കുക. ആക്ച്വൽ റെന്റ്, ഇത് ആക്ച്വൽ റെന്റ്, ഇത് ഇത് ആക്ച്വൽ റെന്റ്, ഇത് എക്സ്പെക്ടഡ് റെന്റ്. രണ്ടിനെയും കമ്പയർ ചെയ്യുക. ആക്ച്വൽ റെന്റ് ആദ്യം അധികമായിരുന്നു, പക്ഷെ വേക്കൻസി പീരീഡ് മൈനസ് ചെയ്ത കാരണം നമ്മുടെ ആക്ച്വൽ റെന്റ് എക്സ്പെക്ടഡ് റെന്റിനെക്കാട്ടിലും കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ GAV ആക്ച്വൽ റെന്റ് തന്നെയായിരിക്കും. ഓക്കെ, ഇനി ആക്ച്വൽ റെന്റ് ഓൾറെഡി താഴെയാണ്, എക്സ്പെക്ടഡ് റെന്റിനെക്കാട്ടിലും ഓൾറെഡി കുറവാണ് ആക്ച്വൽ റെന്റ്. വേക്കൻസി പീരീഡ് മൈനസ് ചെയ്ത കാരണമല്ല, മറ്റെന്തെങ്കിലും റീസൺ കാരണമായിരിക്കും ആക്ച്വൽ റെന്റ് എന്തിനെക്കാട്ടിലും ER-നെക്കാട്ടിലും കുറവ്. അപ്പൊ ആ കേസിൽ നമ്മുടെ GAV എന്തായിരിക്കും? ER ആയിരിക്കും. ഓക്കെ, ഇനി ആക്ച്വൽ റെന്റും ഈ എക്സ്പെക്ടഡ് റെന്റിൽ ആക്ച്വൽ റെന്റ് കൂടുതലാണെങ്കിൽ ചോദിക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ GAV എന്തായിരിക്കും? AR ആയിരിക്കും. അപ്പൊ ഇതിന്റെ മുകളിലുള്ള പ്രോബ്ലം എന്തായാലും തീർച്ചയായിട്ടും സോൾവ് ചെയ്തിട്ട് പോവാം. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ. അപ്പൊ നമ്മൾ ഇതുവരെ സെക്ഷൻ 22, സെക്ഷൻ 23 ഇത് രണ്ടും കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തത്, അപ്പൊ GAV നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്തത് എന്താണ്? മുനിസിപ്പൽ ടാക്സ്. മുനിസിപ്പൽ ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താ? മുനിസിപ്പാലിറ്റി നമ്മുടെ കയ്യിൽ നിന്ന് റിക്കവർ ചെയ്യുന്ന ടാക്സ്. ഓക്കെ, മുനിസിപ്പൽ ടാക്സ് അത് കന്റോൺമെന്റ് ബോർഡ് ആവാം, ഗ്രാമപഞ്ചായത്ത് ആവാം, ഇവര് നമ്മുടെ കയ്യിൽ നിന്ന് റിക്കവർ ചെയ്യുന്ന ടാക്സ് ആണ് മുനിസിപ്പൽ ടാക്സ്. ഇനി GAV-യിൽ നിന്ന് മൈനസ് ചെയ്യും. ഈ മുനിസിപ്പൽ ടാക്സ് എപ്പോഴും ശ്രദ്ധിക്കുക, മുനിസിപ്പൽ ടാക്സ് നമുക്ക് GAV-ന്ന് എപ്പോഴാണ് മൈനസ് ചെയ്യാൻ കിട്ടുന്നത്? ഓൺലി ഇഫ് ഇറ്റ് ഇസ് പെയ്ഡ്, അതായത് ഡിക്ലെയർ ആണ്, ഔട്ട്സ്റ്റാൻഡിങ് ആണ്, പേയബിൾ ആണെങ്കിൽ അത് മൈനസ് ചെയ്യാൻ പറ്റുന്നതല്ല. ഓക്കെ, അപ്പോൾ GAV-യിൽ നിന്ന് മുനിസിപ്പൽ ടാക്സ് നമുക്ക് പെയ്ഡ്, മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് എന്ന് ക്വസ്റ്റ്യനിൽ ഉണ്ടെങ്കിൽ മാത്രമേ മൈനസ് ചെയ്യാൻ പാടുള്ളൂ. ഔട്ട്സ്റ്റാൻഡിങ് ആണ്, പേയബിൾ ആണെങ്കിൽ അത് മൈനസ് ചെയ്യാൻ കിട്ടുന്നതല്ല. രണ്ടാമത്തെ കാര്യം, ഈ മുനിസിപ്പൽ ടാക്സ് ഓണർ തന്നെ പേ ചെയ്യണം. ടെനന്റ് പേ ചെയ്തേച്ചാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? GAV-യിൽ നിന്ന് അത് മൈനസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കാം. മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് ആയിരിക്കണം ആൻഡ് ഇറ്റ് ഷുഡ് ബി പെയ്ഡ് ബൈ ദി ഓണർ. ഇഫ് ഇറ്റ് ഇസ് പേയബിൾ ഓർ ഇഫ് ഇറ്റ് ഇസ് പെയ്ഡ് ബൈ ദി ടെനന്റ് ആണെങ്കിൽ നമുക്ക് അതിന്റെ ഡിഡക്ഷൻ കിട്ടില്ല. ഡിഡക്ഷൻ എന്ന് പറഞ്ഞാൽ GAV-ന്ന് മൈനസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ,
ഇനി ഇത് കറന്റ് ഇയറിൽ തന്നെ മുനിസിപ്പൽ ടാക്സ് പേ ചെയ്യണം എന്നുണ്ടോ? ഇല്ല. ഇപ്പൊ സപ്പോസ് വിചാരിക്കും 5 വർഷം മുന്നത്തെ മുനിസിപ്പൽ ടാക്സ് ഈ വർഷം പേ ചെയ്തത് മൈനസ് ചെയ്യാൻ പറ്റുമോ? യെസ്, മൈനസ് ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷെ കറന്റ് ഇയറിൽ പേ ചെയ്തേക്കാം. സപ്പോസ് വിചാരിക്കും 1920യുടെ മുനിസിപ്പൽ ടാക്സ് ഞാൻ 2021 പേ ചെയ്തെങ്കിൽ എനിക്ക് അത് മൈനസ് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് അത് ഡ്യൂ ആണ്, ഇതുവരെ ഞാൻ പേ ചെയ്തിട്ടില്ല. സോ മുനിസിപ്പൽ ടാക്സ് ഹാസ് ടു ബി പെയ്ഡ് ബൈ ദി ഓർഡർ. ഇഫ് ഇറ്റ് ഇസ് ഡ്യൂ ഓർ ഇഫ് ഇറ്റ് ഇസ് പെയ്ഡ് ബൈ ദ ടെനന്റ്, ദെൻ നമുക്ക് GAVയിൽ നിന്ന് അത് മൈനസ് ചെയ്യാൻ കിട്ടുന്നതല്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഇതുവരെ എന്തൊക്കെ നോക്കിയത്? ചാർജിങ് സെക്ഷൻ 22, അതിനുശേഷം നമ്മൾ GAVയുടെ വർക്കിംഗ് സെക്ഷൻ 23 കണ്ടു കഴിഞ്ഞു. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് സെക്ഷനിൽ ചോദിക്കാം, ഞാൻ അതിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. എക്സ്പെക്ടഡ് റെന്റിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്ത് പോവാം. ഓക്കെ, ഇനി അടുത്തത് സെക്ഷൻ 24 ഡിഡക്ഷൻ ആണ്. സെക്ഷൻ 24 ആദ്യത്തെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ, സെക്ഷൻ 24A സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ SOPക്ക് കിട്ടുമോ? SOPക്ക് കിട്ടുന്നതല്ല. വെറും എന്തിനാണ് കിട്ടുന്നത്? SOPക്ക് കിട്ടുമോ? ഇല്ല. വെറും DLOP ഓർ നിങ്ങൾക്ക് എന്തിനു കിട്ടും? LOPനാണ് നമുക്ക് 30% സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കിട്ടുന്നത്. ഓക്കെ, സോ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആൻഡ് നോ അതർ എക്സ്പെൻസ് അതർ ദാൻ 24B ഈസ് അലൗഡ് ആസ് ഡിഡക്ഷൻ. ഇനി സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എത്ര പെർസെന്റ് ആണ്? 30%. അപ്പൊ എന്തിലാണ് നമുക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കിട്ടാതെ? ഇൻ കേസ് ഓഫ് സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടി SOPയിൽ എനിക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കിട്ടില്ല, എനിക്ക് മാത്രം 24B ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ഫണ്ട് മാത്രമേ കിട്ടുള്ളൂ. ഓക്കെ, ഇനി ഇത് വേർ പ്രോപ്പർട്ടി കൺസിസ്റ്റ് ഓഫ് ബിൽഡിംഗ് ഓർ ലാൻഡ് അപ്പാർട്ട്മെന്റ് thereto if it is held as a stock in trade. എക്സാമ്പിൾ ബിൽഡർ. ഇത് അമെൻമെന്റ് ആണ് ഈ വർഷത്തെ. ഇത് ഞാൻ അമെൻമെന്റ് ലെക്ചറിൽ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോ എങ്ങാനും ഞാനൊരു ബിൽഡറാണ്, ഞാൻ ബിൽഡറാണ്, എന്റെ കയ്യിൽ ബിൽഡിംഗ് ആൻഡ് ലാൻഡ് അപ്പാർട്ട്മെന്റ് thereto ആസ് എ സ്റ്റോക്ക് ഇൻ ട്രേഡ് ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ സപ്പോസ് വിചാരിക്കൂ എന്റെ കയ്യിൽ 10 ഫ്ലാറ്റ്സ് ഉണ്ട്, അതിൽ 6 ഫ്ലാറ്റ്സ് സെയിലായി. സെയിൽ ആകുമ്പോ എനിക്ക് എന്ത് കിട്ടും? PGBP ഇൻകം കിട്ടും. പക്ഷെ 4 ഫ്ലാറ്റ്സ് അത് സെയിൽ ആയില്ല, അപ്പൊ അതെന്റെ സ്റ്റോക്ക് ഇൻ ട്രേഡ് ആണ്. ഓക്കെ, പക്ഷെ ഞാൻ അതിന് വാടകയ്ക്ക് കൊടുത്തിട്ടില്ല. വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി. ഓക്കെ, വിറ്റും പോയിട്ടില്ല, ഞാൻ വാടകയ്ക്കും കൊടുത്തിട്ടില്ല, അപ്പൊ അത് അങ്ങനെ കിടക്കുകയാണ്. അപ്പോ എന്റെ ഫ്ലാറ്റ്സ് വിൽക്കാത്ത കാരണം ബിൽഡേഴ്സ് എല്ലാം കൂടെ പോയിട്ട് അത് ഡിപ്പാർട്ട്മെന്റിൽ പോയി പറഞ്ഞു. അപ്പൊ അവരെന്ത് ചെയ്തു? ഗവൺമെന്റ് അവിടെ ഒരു അമെൻമെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണ് അമെൻമെന്റ്? ഫോർ ദ പീരീഡ് ഓഫ് 2 years ഫ്രം ദി എൻഡ് ഓഫ് ഫൈനാൻഷ്യൽ ഇയർ ഇൻ വിച്ച് സർട്ടിഫിക്കേഷൻ ഓഫ് കംപ്ലീഷൻ. ഓർത്ത് വെക്കുക, സർട്ടിഫിക്കറ്റ് ഓഫ് കംപ്ലീഷൻ എന്നാണോ കിട്ടിയത് ആ ഫൈനാൻഷ്യൽ ഇയറിന്റെ എൻഡ് മുതൽ 2 വർഷം. ഓക്കെ, സോ എപ്പോഴും ആലോചിക്കുക, നമ്മുടെ ഇപ്പൊ സർട്ടിഫിക്കറ്റ് ഓഫ് കംപ്ലീഷൻ എന്നാണോ കിട്ടിയത് ആ ഫൈനാൻഷ്യൽ ഇയറിന്റെ എൻഡ് മുതൽ 2 വർഷം. അപ്പൊ ജനറലി നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് കംപ്ലീഷൻ ഉണ്ടല്ലോ, ജനറലി ഇയറിന്റെ സ്റ്റാർട്ടിങ്ങിലാവും കിട്ടും. അപ്പൊ ബിൽഡറിന് 3 വർഷത്തെ സമയം കിട്ടും. Okay, for example, ഞാൻ പറയാം, Mr. Salman is a builder who constructed 100 residential flats and office premise. COC, അതായത് സർട്ടിഫിക്കറ്റ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയത് on 1/4/2018. 1/4/2018 എന്ന് പറയുമ്പോൾ 18-19. അപ്പോൾ he wants to know up to which year NAV of all property will be nil if property not sold out or not given on rent. അതായത് വിറ്റിട്ടില്ല, റെന്റിനും കൊടുത്തിട്ടില്ല, അപ്പൊ എനിക്ക് NAV എത്ര കാലം വരെ നിൽ ചെയ്യാൻ പറ്റും? അപ്പൊ 1/4/2018 എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് 18-19. അപ്പൊ 18-19ന്റെ എൻഡ് എന്ന് പറയുമ്പോൾ 31st March 2019. അവിടെ മുതൽ നമുക്ക് 2 വർഷം എന്ത് ചെയ്യാൻ പറ്റും? GAV നില്ല് കൺസിഡർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ അമെൻമെന്റ്. ആദ്യം ഇത് 1 വർഷമായിരുന്നു, ഇപ്പൊ അത് 2 വർഷമായിട്ടുണ്ട്, അമെൻമെന്റ് ആണ്. ഓക്കെ, അപ്പൊ 2 അമെൻമെന്റ് ഉണ്ട് ഹൗസ് പ്രോപ്പർട്ടിയിൽ. ഒന്ന്, എനിക്ക് 2 കൂടുതൽ SOP ഹോൾഡ് ചെയ്യാൻ പറ്റും. അതായത് 3 വീട് ഉണ്ടെങ്കിൽ അതിൽ 2 വീട് എന്റെ SOP ആയിട്ട് എനിക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ അമെൻമെന്റ് എന്ന് പറയുന്നത് 1 year ഫ്രം ദി എൻഡ് ഓഫ് സർട്ടിഫിക്കറ്റ് ഓഫ് കംപ്ലീഷൻ എന്നുള്ളത് 2 years ഫ്രം ദി എൻഡ് ഓഫ് സർട്ടിഫിക്കറ്റ് ഓഫ് കംപ്ലീഷൻ എന്നായിട്ടുണ്ട്. ഓക്കെ, ഫോർ ദ പേഴ്സൺ ഹു ആർ ഹോൾഡിംഗ് ദ ബിൽഡിംഗ് ഓർ ലാൻഡ് അപ്പാർട്ട്മെന്റ് thereto ആസ് എ സ്റ്റോക്ക് ഇൻ ട്രേഡ്. സോ ദിസ് അമെൻമെന്റ് ഇസ് ഓൺലി ഫോർ ദ ബിൽഡേഴ്സ്. ഇനി അടുത്തത് സെക്ഷൻ 24B, അതായത് 24A സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. അത് വെറും LOP DLOPക്ക് കിട്ടുള്ളൂ, അത് നമുക്ക് എന്തിനു കിട്ടില്ല? SOPക്ക് കിട്ടുന്നതല്ല.
Okay. Next, under section 24B, interest on borrowed fund. Interest on borrowed fund, very interesting. Plus, വളരെ sums ചെയ്തു പോകേണ്ടതാണ്. ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ഫണ്ട് നമ്മുടെ കയ്യിൽ രണ്ട് തരത്തിലുള്ള പ്രോപ്പർട്ടി ഉണ്ട്. ഒന്ന് SOP, ഒന്ന് LOP. LOPക്ക് ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ഫണ്ട് വിതൗട്ട് എനി ലിമിറ്റ്, എന്താണ് അത്, നോ ലിമിറ്റ് നമുക്ക് ഡിഡക്ഷൻ കിട്ടും. ഓക്കെ, വെദർ ഇറ്റ് ഇസ് ഫോർ പർച്ചേസ് ഓർ ഫോർ അക്വിസിഷൻ, എന്ത് കൺസ്ട്രക്ഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ റിപ്പയർസ് ഓർ റിന്യൂവൽ ആയിക്കോട്ടെ, റിനോവേഷൻ ആയിക്കോട്ടെ, എന്തും കേസ് ആയിക്കോട്ടെ, ലെറ്റർ പ്രോപ്പർട്ടി ആണെങ്കിൽ വിതൗട്ട് എനി ലിമിറ്റ് എനിക്ക് ഫുൾ ഡിഡക്ഷൻ കിട്ടിയിരിക്കും. ഓക്കെ, അണ്ടർ സെക്ഷൻ 24B. ഇനി SOP ആണെങ്കിൽ മാക്സിമം എനിക്ക് 2 lakh പെർ ഓണർ. ഇത് എപ്പോഴും ഓർത്ത് വെക്കുക, ഇറ്റ് ഇസ് 2 lakh പെർ ഓണർ. അതായത് ഇറ്റ് ഇസ് SSC ബേസ്ഡ്. ഓക്കെ, അതായത് പെർ SSCക്ക് എത്ര കിട്ടും, 2 lakhs കിട്ടും. അതായത് ഇത് നിങ്ങൾക്ക് ആലോചിക്കേണ്ടത് എവിടെ അറിയോ, കോ ഓണർഷിപ്പ് വരുമ്പോൾ നമുക്ക് ഇത് ആലോചിക്കണം. ഇറ്റ് ഈസ് പെർ SSC. അതായത് 3 ഓണേഴ്സ് ഉണ്ട്. കോ ഓണർഷിപ്പിലാണെങ്കിൽ 3 SSC ആണെങ്കിൽ 3 പേർക്കും 2 lakhsന്റെ ലിമിറ്റ് ആണ് കിട്ടുന്നത്. ഓക്കെ, സോ 2 lakh is not per house, it is per SSC. ഓക്കെ, ഇനി പെർ ഓണർ. ഇനി SOPയില് നമുക്ക് മാക്സിമം എത്രയാണ് ഡിഡക്ഷൻ കിട്ടുന്നത്, 2 lakh. ഇനി ഇതും ഞാൻ എന്റെ അമെൻമെന്റ് ലെക്ചറിൽ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു, ക്ലാരിഫിക്കേഷൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതായത് എനിക്ക് 3 SOP ഉണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ എനിക്ക് 3 SOP ഉണ്ട്. അതിൽ 2 SOP എനിക്ക് 3 വീടുണ്ട്. അതിൽ 2 വീടിനെ എനിക്ക് SOP ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഈ 2 വീടിനുള്ള SOP 2 lakhs അഗ്രിഗേറ്റ് ഓഫ് ദാറ്റ് 2 houses ആണ് കേട്ടോ. അതായത് ഒരു വീടിന് 2 ലക്ഷം, മറ്റൊരു വീടിന് 2 ലക്ഷം, അങ്ങനെയല്ല. SOP ആണെങ്കിൽ എനിക്ക് 2 SOP ക്ലെയിം ചെയ്യാൻ പറ്റും. രണ്ടും കൂടിയിട്ടാണ് എനിക്ക് 2 lakhന്റെ ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ഫണ്ട് ഡിഡക്ട് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, മാക്സിമം ലിമിറ്റ് 2 lakh ആണ്. ഇറ്റ് ഈസ് പെർ SSC, നോട്ട് പെർ ഹൗസ്. അതാണ് ഞാൻ പറഞ്ഞത്, 2 ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട്, രണ്ടും എന്റെ SOP ആണെങ്കിൽ രണ്ടിനും കൂടിയിട്ട് എനിക്ക് 2 lakh. അതായത് SSC ഞാൻ ഒരാളാണ്, അപ്പൊ SSC വൈസ് ആണ് എനിക്ക് എന്ത് കിട്ടുന്നത്, ഡിഡക്ഷൻ കിട്ടുന്നത്. ഇനി SOP ആണെങ്കിൽ നോർമൽ കേസ്, സ്പെഷ്യൽ കേസ്. Normal case എന്താ, if the loan is taken for repairs, renewal purpose or renovation purpose ആണെങ്കിൽ എനിക്ക് interest amount or rupees 30,000 whichever is lower ആണ് എനിക്ക് ഡിഡക്ഷൻ ചെയ്യാൻ പറ്റുന്നത്. ബട്ട് ഇഫ് ഇൻ കേസ് ഓഫ് സ്പെഷ്യൽ കേസ് എന്ന് പറഞ്ഞാൽ എന്താ, ലോൺ ടേക്കൺ ഓൺ ഓർ ആഫ്റ്റർ 1/4/1999 ഫസ്റ്റ് കേസ്, and the loan has taken for the purpose of purchase or construction of house property ക്കാണ് ഞാൻ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ, and എന്റെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയിരിക്കണം within 5 years from the end of the year of loan. ലോൺ എടുത്ത ദിവസം മുതൽ 5 വർഷത്തിന്റെ ഉള്ളിൽ എന്റെ കൺസ്ട്രക്ഷൻ പൂർത്തിയാവണം. അങ്ങനെയാണെങ്കിൽ എനിക്ക് മാക്സിമം എത്ര കിട്ടും, 2 lakhsന്റെ ഡിഡക്ഷൻ കിട്ടും. സപ്പോസ് എന്റെ 5 വർഷത്തിന്റെ ഉള്ളിൽ വീടിന്റെ പണി തീർന്നില്ല, അപ്പൊ എനിക്ക് എത്ര കിട്ടുള്ളൂ, ഇൻട്രസ്റ്റ് എമൗണ്ട് ഓർ 30,000 whichever is lower. Okay, ഞാൻ പിന്നെ പറയാം. SOP maximum 2 lakhs. Okay, repair renewal purpose ആണെങ്കിൽ interest amount or 30,000 whichever is lower. ഇനി SOP special case, if loan is taken on or before 1/4/1999 ആണെങ്കിൽ interest amount or 30,000 whichever is lower. After 1/4/1999 ആണ് ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ, and the reason is purchase or construction, and ഈ പർച്ചേസും കൺസ്ട്രക്ഷനും എന്റെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആവണം within 5 years from the end of the date of loan taken. 5 വർഷത്തിനുള്ളിൽ എന്റെ കൺസ്ട്രക്ഷൻ പൂർത്തിയായാൽ, ഞാൻ ലോൺ എടുത്തത് 1/4/1999 ശേഷമാണെങ്കിൽ എനിക്ക് മാക്സിമം ഡിഡക്ഷൻ എത്ര കിട്ടും, 2 lakhs കിട്ടും. ഓക്കെ, സപ്പോസ് എന്റെ 5 വർഷത്തിനുള്ളിൽ കൺസ്ട്രക്ഷൻ തീർന്നില്ലെങ്കിൽ ഇൻട്രസ്റ്റ് എമൗണ്ട് ഓഫ് 30,000 whichever is lower, അത്രേ കിട്ടുള്ളൂ. ഓക്കെ, ഇനി സപ്പോസ് വിചാരിക്കൂ ഞാൻ റിപ്പയർ റിനോവേഷനും ലോൺ എടുത്തു, പർച്ചേസ് ഓർ കൺസ്ട്രക്ഷനും ലോൺ കിട്ടും. അപ്പൊ എനിക്ക് ഇവിടുത്തെ 30,000, ഇവിടുത്തെ 2 lakh, അതായത് 2,30,000 കിട്ടുമോ, ഇല്ല. എനിക്ക് മാക്സിമം എത്ര കിട്ടുള്ളൂ, 2 lakh. അതായത് ഇപ്പൊ ഞാൻ റിപ്പയർ റിന്യൂവലിന് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ആൻഡ് ഈ പർച്ചേസ് കൺസ്ട്രക്ഷന് എടുത്തിട്ടുണ്ടെങ്കിൽ, കൺസ്ട്രക്ഷൻ 5 വർഷത്തിൽ തീർന്നു വെച്ചാലും രണ്ടും കൂടിയിട്ട് എനിക്ക് എത്ര കിട്ടുള്ളൂ, 2 lakhs. ദാറ്റ് മീൻസ് മാക്സിമം SOPയിൽ മാക്സിമം 2 lakh പെർ ഓണർ ആണ് എനിക്ക് എന്ത് കിട്ടുന്നത്, ഡിഡക്ഷൻ 24B കിട്ടുന്നത്. അപ്പൊ ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ഫണ്ട്, ഇഫ് ഇറ്റ് ഇസ് SOP
നമുക്ക് ക്രൈറ്റീരിയാസ് ഉണ്ട്. LOP ആണെങ്കിൽ വിതൗട്ട് എനി ലിമിറ്റ് ഫുൾ ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ഫണ്ട് നമുക്ക് ഡിഡക്ട് ചെയ്യാൻ പറ്റും. SOP ആണെങ്കിൽ മാക്സിമം 2 lakh എനിക്ക് ഡിഡക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി മുന്നിൽ അപ്പൊ നമ്മൾ ഇതുവരെ എന്തൊക്കെയാണ് നമ്മൾ ചെയ്തത്? സെക്ഷൻ 22 ചാർജിങ് സെക്ഷൻ നോക്കി, സെക്ഷൻ 23 GABയുടെ വർക്കിംഗ് നോക്കി, അതിനുശേഷം മുനിസിപ്പൽ ടാക്സ് നോക്കി, അതിനുശേഷം നമ്മൾ 24A സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ, പിന്നെ 24B ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ഫണ്ട്. ഇതുവരെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് കമന്റ് സെക്ഷനിൽ ചോദിക്കാം. ഓക്കെ, ഇനി ഇൻട്രസ്റ്റ് ഇസ് അലൗഡ് ഓൺ അക്രൂവൽ ബേസിസ്. പെയ്ഡ് ആവണമെന്ന് നിർബന്ധമില്ല, അക്രൂവൽ ബേസിസിലാണെങ്കിലും നിങ്ങൾക്ക് ഡിഡക്ഷൻ കിട്ടുന്നതാണ്. ഇൻട്രസ്റ്റ് ഡിഡക്ഷൻ സ്റ്റാർട്ട്സ് ഫ്രം ദ ഇയർ ഇൻ വിച്ച് പ്രോപ്പർട്ടി പർച്ചേസ് ഓർ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റഡ്. അതായത് കറന്റ് ഇയർ, ഡ്യൂറിംഗ് ദ ഇയറിന്റെ ഇൻട്രസ്റ്റ് എപ്പോ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? പ്രോപ്പർട്ടി പർച്ചേസ് ഓർ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയ തൊട്ടാണ് നമ്മുടെ റെഗുലർ, അതായത് കറന്റ് ഇയർ ഇൻട്രസ്റ്റ് വരുന്നത്. ഓക്കെ, ഇതെന്തിനാ ഞാൻ കറന്റ് ഇയർ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞെന്നറിയില്ലേ? നമുക്ക് പ്രീ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഇൻട്രസ്റ്റ് ഓൺ അൺപെയ്ഡ് ഇൻട്രസ്റ്റ് ഇസ് നോട്ട് ഡിഡക്റ്റഡ്, പെനൽറ്റി ഇൻട്രസ്റ്റ് നോ ഡിഡക്ഷൻ. പെനാൽറ്റീസ് ഉണ്ടെങ്കിൽ അതിന് നമുക്ക് ഡിഡക്ഷൻ കിട്ടില്ല, വെറും ഇൻട്രസ്റ്റ് എമൗണ്ടിൽ മാത്രമേ ഡിഡക്ഷൻ കിട്ടുള്ളൂ. ഓക്കെ, ഇൻട്രസ്റ്റ് ഓൺ ഫ്രഷ് ലോൺ ടേക്കൺ ടു റീപേ ഒറിജിനൽ ലോൺ. സപ്പോസ് ഞാൻ HDFC ഒരു ലോൺ എടുത്തു എന്റെ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി HDFCയുടെ ലോൺ റീപേ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ SBIന്ന് മറ്റൊരു ലോൺ എടുത്തിട്ട് HDFCയുടെ ലോൺ റീപേ ചെയ്തു. അപ്പൊ SBIക്ക് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് അതും ലെസ് ചെയ്യാൻ പറ്റുമോ? യെസ്, അണ്ടർ സെക്ഷൻ 24B അതും എനിക്ക് ഡിഡക്ഷൻ കിട്ടുന്നതാണ്. അതായത് ഫ്രഷ് ലോൺ ടേക്കൺ ടു പേ ദ ഒറിജിനൽ ഇൻട്രസ്റ്റ്, അതായത് ഒറിജിനൽ ലോണ് റീപേ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മറ്റൊരു ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ മുകളിൽ അടയ്ക്കുന്ന ഇൻട്രസ്റ്റിന്റെയും ഡിഡക്ഷൻ എനിക്ക് കിട്ടുന്നതായിരിക്കും. ബ്രോക്കറേജ് ഓർ കമ്മീഷൻ ഫോർ അറേഞ്ചിങ് എ ലോൺ അതിന്റെ ഡിഡക്ഷൻ കിട്ടുന്നതല്ല, മാത്രം ഇൻട്രസ്റ്റിന്റെ മാത്രമേ കിട്ടുള്ളൂ. ഓക്കെ, ഇനി സെക്ഷൻ 25 ഇഫ് യു ആർ പേയിങ് എനി ഇൻട്രസ്റ്റ് ഔട്ട്സൈഡ് ഇന്ത്യ, TDS കട്ട് ചെയ്തില്ലെങ്കിൽ ഡിഡക്ഷൻ കിട്ടുന്നതല്ല. ഓക്കെ, ഇനി അടുത്ത പ്രീ കൺസ്ട്രക്ഷൻ ഇൻട്രസ്റ്റ്. പ്രീ കൺസ്ട്രക്ഷൻ ഇൻട്രസ്റ്റ് സമ്മ ചെയ്തിട്ട് പോവുക. പ്രീ കൺസ്ട്രക്ഷൻ ഇൻട്രസ്റ്റ് എപ്പോഴാ വരുന്നത്? ഞാൻ അതായത് സപ്പോസ് ഞാൻ വീട് പണിയാൻ വിചാരിച്ചു, അല്ലെങ്കിൽ ഞാൻ എന്റെ ബിൽഡർ ഉണ്ട്, അയാളുടെ പൈസ ചോദിക്കുകയാണ്. അപ്പൊ ഞാൻ ലോൺ എടുത്തു, അയാൾക്ക് പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ലോൺ എടുത്തു. അപ്പൊ ലോൺ എടുക്കുമ്പോൾ എനിക്ക് ഇൻട്രസ്റ്റ് അപ്പൊ തൊട്ട് പേ ചെയ്യേണ്ടി വരും. അതായത് എന്റെ ഇൻട്രസ്റ്റ് തുടങ്ങിക്കൊണ്ടിരിക്കുമല്ലോ. അപ്പൊ ഞാൻ ഇൻട്രസ്റ്റ് പേ ചെയ്തു. അപ്പൊ ഇൻട്രസ്റ്റ് ഞാൻ പേ ചെയ്തപ്പോൾ ഞാൻ എന്റെ CAയുടെ അടുത്ത് പോയി, ഞാൻ പറഞ്ഞു ഈ ഇൻട്രസ്റ്റ് ഞാൻ പേ ചെയ്യുന്നുണ്ട്, എന്റെ ഇൻകത്തിൽ നിന്ന് അത് മൈനസ് ചെയ്യാനായിട്ട്. അപ്പൊ CA എന്ത് പറയും? നിങ്ങളുടെ കയ്യിൽ വീട് എവിടെയുള്ളത്? ഇൻകം ഉണ്ടെങ്കിലല്ലേ നിങ്ങൾക്ക് അതിന് നേരെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മൈനസ്. അതായത് ഹൗസ് പ്രോപ്പർട്ടി നിങ്ങളുടെ കയ്യിൽ വേണമല്ലോ. യു ഷുഡ് ബി ദ ഓണർ ഓഫ് ദ ഹൗസ് പ്രോപ്പർട്ടി. നിങ്ങളുടെ കയ്യിൽ ഇതുവരെ വീട് കിട്ടിയിട്ടില്ല. വീട് കിട്ടാത്തപ്പോ നിങ്ങൾക്ക് എങ്ങനെ ഇൻട്രസ്റ്റ് മൈനസ് ചെയ്യാൻ പറ്റും? മൈനസ് ചെയ്യാൻ പറ്റില്ല. അപ്പോ SSC പറഞ്ഞു ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യുന്നത്? എന്റെ കയ്യിൽ നിന്ന് പോയ പൈസ അല്ല. അപ്പൊ ഗവൺമെന്റ് പറഞ്ഞു നിങ്ങൾ പേടിക്കേണ്ട, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രീ കൺസ്ട്രക്ഷൻ എന്നുള്ളൊരു കോൺസെപ്റ്റ് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ പ്രീ കൺസ്ട്രക്ഷൻ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഞാൻ ലോണ്, അതായത് ഞാൻ ഈ വീടിന്റെ ഓണർ ആവുന്നതിന് മുന്നേ, അതായത് എനിക്ക് വീട് കിട്ടുന്നതിന് മുന്നേ ഞാൻ ലോൺ എടുത്തു. ആ ലോണിന്റെ ഇൻട്രസ്റ്റ് ഞാൻ പേ ചെയ്തുകൊണ്ടിരിക്കുക. ആ ഇൻട്രസ്റ്റ് എനിക്ക് വീട് കിട്ടിയതിന് ശേഷം, അതായത് വീട് കിട്ടിയതിന് ശേഷം തൊട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഇൻട്രസ്റ്റിന്റെ ക്ലെയിം ചെയ്യാൻ പറ്റും. എത്ര ഇൻസ്റ്റാൾമെന്റ്സ്? 5 installments. So pre-construction interest is deductible in 5 equal installments starting from the previous year in which construction or acquisition is completed. അതായത് കൺസ്ട്രക്ഷൻ ഓർ അക്വിസിഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം മുതൽ എനിക്ക് 2 ഇൻട്രസ്റ്റിന്റെ ഡിഡക്ഷൻ കിട്ടും. ഒന്ന് കറന്റ് ഇയറിന്റെ ഇൻട്രസ്റ്റിന്റെ ഡിഡക്ഷൻ, പിന്നെ ഒന്ന് 1 installment ഓഫ് ദി പ്രീ കൺസ്ട്രക്ഷന്റെ ഇൻട്രസ്റ്റ്. ഓക്കെ, സോ കൺസ്ട്രക്ഷൻ കഴിഞ്ഞ വീടിന്റെ ഓണർ ഞാൻ ആയിക്കഴിഞ്ഞാൽ, സപ്പോസ് ഞാൻ കൺസ്ട്രക്ഷന് മുന്നേ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് 2 ഇൻട്രസ്റ്റിന്റെ ഡിഡക്ഷൻ ആണ് കിട്ടുന്നത്. ഒന്ന് ആ കറന്റ് ഇയറിന്റെ ഇൻട്രസ്റ്റ് പേ ചെയ്തതും, പിന്നെ ബിഫോർ, അതായത് പ്രീ കൺസ്ട്രക്ഷന്റെ ഇൻട്രസ്റ്റ് ഞാൻ പേ ചെയ്തതിന്റെ 1 ഇൻസ്റ്റാൾമെന്റും, അതായത് 5 ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് കിട്ടുന്നത്. അപ്പൊ 5 വർഷം വരെ എനിക്ക് എന്ത് കിട്ടും? അതിന്റെ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുന്നതാണ്. ഫോർ എക്സാമ്പിൾ, okay, so what is pre-construction? ഇത് ആദ്യം മനസ്സിലാക്കുക. Starting from the date of loan or date of starting construction, whichever is later, to 31st March prior to previous year in which construction or acquisition is completed. Actual interest 24B അന്നത്രയ്ക്ക് കിട്ടുക interest for previous year plus 1/5 of pre-construction interest, total within the limits. അതായത് 2 ലക്ഷത്തിന്റെ ലിമിറ്റിന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. After 5 years, 5 വർഷം കഴിഞ്ഞാൽ എന്താണ്?
5 വർഷം കഴിഞ്ഞാൽ എനിക്ക് പ്രീ കൺസ്ട്രക്ഷൻ പീരീഡിന് ഇൻട്രസ്റ്റ് കിട്ടില്ല, കറണ്ട് ഇയറിന്റെ ഇൻട്രസ്റ്റ് എന്തായാലും കിട്ടും. ഇൻട്രസ്റ്റ് ഫോർ ദ പ്രീവിയസ് ഇയർ എന്തായാലും കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഒരു സമ്മ ചെറിയൊരു എക്സാമ്പിൾ നോക്കാം. ഡേറ്റ് ഓഫ് സ്റ്റാർട്ടിംഗ് ഓഫ് കൺസ്ട്രക്ഷൻ. കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ആയത് 1/7/2017. Okay, date of loan taken 1/11/2017. Whichever is later എന്ന് പറയുമ്പോൾ 1/11/2017. ഓക്കെ, ഞാൻ ലോൺ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തത് 1/7. ഇവിടെ കണ്ടോ, ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ, ഡേറ്റ് ഓഫ് ലോൺ ഓർ ഡേറ്റ് ഓഫ് സ്റ്റാർട്ടിംഗ് കൺസ്ട്രക്ഷൻ. ഡേറ്റ് ഓഫ് ലോൺ ഓർ ഡേറ്റ് ഓഫ് സ്റ്റാർട്ടിംഗ് construction, whichever is later. അപ്പൊ ഞാൻ കൺസ്ട്രക്ഷൻ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്? 1/7/2017. ലോൺ എപ്പോഴാണ് എടുത്തത്? 1/11/2017. whichever is later, ലേറ്റർ ഏതാണ്? 1/11/2017. അപ്പൊ അവിടുന്ന് മുതലാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. എമൗണ്ട് ഓഫ് ലോൺ ടേക്കൺ എത്ര? 15 lakhs. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്ര? 10%. ഡേറ്റ് ഓഫ് കംപ്ലീഷൻ ഓഫ് കൺസ്ട്രക്ഷൻ. കംപ്ലീഷൻ എപ്പോഴായത്? കൺസ്ട്രക്ഷൻ എപ്പോഴാണ് കംപ്ലീറ്റ് ആയത്? 14/11/2019 എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രീവിയസ് ഇയർ 1920. പ്രീവിയസ് ഇയർ, one second, പ്രീവിയസ് ഇയർ 1920. പക്ഷെ നമ്മുടെ കാൽക്കുലേഷൻ നമ്മൾ എങ്ങനെ ചെയ്യുന്നത്? ഡേറ്റ് ഓഫ് ലോൺ ടേക്കൺ ഓർ ഡേറ്റ് ഓഫ് സ്റ്റാർട്ടിംഗ് കൺസ്ട്രക്ഷൻ whichever is later to 31st March prior to previous year in which construction or acquisition is completed. Prior to previous year in which construction or acquisition is completed. അതായത് നമ്മുടെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്തത് ഏത് വർഷം? 1920. Prior to this എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 1819. So 1819 31st March എന്ന് പറയുമ്പോൾ 31st March 2019 വരെ. Okay, so 1/11/2017 മുതൽ 31st March 2019 വരെ എന്റെ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് ആണ്. ഇതെല്ലാവർക്കും മനസ്സിലായോ? അതായത് ഞാൻ ലോൺ എപ്പോഴാണ് എടുത്തത്? 1/11/2017. കൺസ്ട്രക്ഷൻ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്? അതിന് മുന്നേ 1/7/2017. whichever is later എപ്പോഴാ? 1/11/2017. to 31st March of prior to the previous year in which construction or acquisition has taken place. അതായത് കൺസ്ട്രക്ഷൻ എപ്പോഴാണ് നടന്നത്? 1920ലാണ് തീർന്നത്. അതിന് മുന്നത്തെ വർഷത്തിന്റെ, അതിന് മുന്നത്തെ പ്രീവിയസ് ഇയർ എന്ന് പറയുമ്പോൾ 1819. 1819 31st March വരെ എന്തായിരിക്കും? എന്റെ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് ആയിരിക്കും. ഓക്കെ, സോ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക? 1/11/2017 എന്ന് പറയുമ്പോൾ നവംബർ ആണ്. അപ്പൊ നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, 5 മാസം ഓഫ് 2017-18 ആൻഡ് 12 മാസം ഓഫ് 18-19. അപ്പൊ ടോട്ടൽ എത്ര വരും? 17 months. ഓക്കെ, അപ്പൊ ഇൻട്രസ്റ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? 15 lakhs into 10% into 17 divided by 12. ഓക്കെ, അപ്പൊ നമുക്ക് എത്ര കിട്ടുന്നത്? 2,12,500. ഈ എമൗണ്ടിനെ 5 ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പോ നമ്മുടെ കൺസ്ട്രക്ഷൻ എപ്പോഴാണ് കഴിഞ്ഞ? 1920. അപ്പൊ 1920 പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് ഇൻട്രസ്റ്റ് 42,500. 42,500 എങ്ങനെ കിട്ടിയ? 2,12,500 ഡിവൈഡഡ് ബൈ 5 ചെയ്യുമ്പോൾ 42,500. സോ 42,500 പ്ലസ് കറന്റ് ഇയറിന്റെ ഇൻട്രസ്റ്റ്. കറന്റ് ഇയറിന്റെ ഇൻട്രസ്റ്റ് ആഡ് ചെയ്യണ്ടേ? ഞാൻ ഈ വർഷം എന്തായാലും ഇൻട്രസ്റ്റ് പേ ചെയ്യുമല്ലോ. അപ്പൊ 15 lakhsന്റെ 10% എത്രയാ? 1,50,000. സോ 1,92,500. അങ്ങനെ 5 വർഷം, 1920, 2021, 21-22, 22-23, 23-24. ഓക്കെ, അതുവരെ എനിക്ക് പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് ഇൻട്രസ്റ്റ് കിട്ടുള്ളൂ. ഇനി 24-25 ഇത് നോക്കിക്കോളൂ. 24-25 നോക്കിക്കോളൂ, പ്രീ ക്യാപിറ്റൽ ഇൻട്രസ്റ്റ് ഇല്ല. ഓക്കെ, 5 വർഷത്തിൽ അത് നമ്മൾ എന്ത് ചെയ്തു? ഈക്വൽ ഇൻസ്റ്റാൾമെന്റ് നമ്മൾ അതിനെ അമോർട്ടൈസ് ചെയ്തു. ഇനി കറന്റ് ഇയറുടെ ഇൻട്രസ്റ്റ് എത്ര വരും? 1,50,000. അപ്പൊ എനിക്ക് 2024-25 അണ്ടർ സെക്ഷൻ 24B എത്ര കിട്ടുക? 1,50,000. പക്ഷെ എന്റെ കറന്റ് ഇയർ എന്താ? 1920. അതിൽ എനിക്ക് എത്ര കിട്ടും? 1,92,000. ബൈഫർക്കേറ്റ് എന്താണ് ചെയ്യുന്നത്? 1,50,000 കറന്റ് ഇയറിന്റെ ഇൻട്രസ്റ്റ്, 42,500 പ്രീ അക്വിസിഷൻ പീരീഡ് ഇൻട്രസ്റ്റ്. ഓക്കെ, ഇനി ഓക്കെ, ഇനി ചില കേസസ് ഉണ്ട്, അത് നമ്മൾ ഒന്ന്
ഞാൻ പെട്ടെന്നൊന്ന് ഓടിക്കാം. അതെന്താന്ന് വെച്ചാൽ നമ്മൾ പ്രോപ്പർട്ടി, ഇഫ് ദ പ്രോപ്പർട്ടി ഇസ് ലെറ്റ് ഔട്ട് ഫോർ സം പീരിയഡ് ആൻഡ് സെൽഫ് ഓക്യുപ്പൈഡ് ഫോർ റിമൈനിങ് പീരിയഡ്, അതായത് 12 മാസം ഉണ്ട്. 12 മാസത്തിൽ സപ്പോസ് വിചാരിക്കൂ ഞാൻ 8 മാസം ഞാൻ ലെറ്റ് ഔട്ട് ചെയ്തു, ബാക്കി 4 മാസം 9, 10, 11, 12 8 മാസം ഞാൻ അതിന് എന്ത് ചെയ്തു, റെന്റിന് കൊടുത്തു. പക്ഷെ 4 മാസം ഞാൻ അവിടെ താമസിച്ചു, പൂട്ടിയിട്ടതല്ല. പൂട്ടിയിട്ടതാണെങ്കിൽ വേക്കൻസി പീരീഡ്. ഞാൻ വാടകയ്ക്ക് കൊടുത്തു, അയാൾ 8 മാസമേ താമസിച്ചുള്ളൂ, ബാക്കി 4 മാസം അത് പൂട്ടിക്കിടന്നു, അങ്ങനെയാണെങ്കിൽ അത് വേക്കൻസി പീരീഡ്. ഓക്കെ, ലെറ്റഡ് പ്രോപ്പർട്ടിയിൽ വേക്കൻസി പീരീഡ്. പക്ഷെ 8 മാസം അയാൾ താമസിച്ചിരുന്നു, ബാക്കി 4 മാസം ഞാൻ താമസിച്ചിരുന്നു. അപ്പൊ പാർട്ട്ലി ലെറ്റ് ഔട്ട്, പാർട്ട്ലി സെൽഫ് ഓക്യുപ്പൈഡ്. ഓക്കെ, അപ്പൊ ആ കേസിൽ ഹിയർ കൺസിഡർ ആസ് എഫ് ലെറ്റ് ഔട്ട് ഫോർ ഹോൾ ഇയർ. ER അതായത് എക്സ്പെക്ടഡ് റെന്റ് നമ്മുടെ എന്തായിരിക്കും, ഫുൾ ഇയറിന്റെ എക്സ്പെക്ടഡ് റെന്റ് ആയിരിക്കും. ബട്ട് ആക്ച്വൽ റെന്റ്, ഒബ്വിയസ്ലി ആക്ച്വൽ റെന്റ് വിൽ ബി ടേക്കൺ ഫോർ മന്ത്സ് ഫോർ വിച്ച് ഇറ്റ് ഇസ് ആക്ച്വലി റിസീവ്ഡ്. അതായത് 8 മാസമാണ് എനിക്ക് റെന്റ് കിട്ടിയാൽ 8 മാസത്തിന്റെ നമ്മൾ എടുക്കുള്ളൂ. 4 മാസം സെൽഫ് ഓക്യുപ്പൈഡ് അല്ലേ, അപ്പൊ അത് എടുക്കില്ല. ഇനി അടുത്തത് ഇതാണ് ടൈം ബേസിസ്. ഇനി പ്ലേസ് ബേസിസ്, അതായത് എന്റെ കയ്യിൽ വലിയൊരു പ്രോപ്പർട്ടി ഉണ്ട്, അതിനെ ഞാൻ ഹാഫ് ചെയ്തിട്ട് ഫുൾ 12 മന്ത്സ് കേട്ടോ. ഇവിടെ ഞാൻ പ്ലേസ് ആണ് പറയുന്നത്. നേരത്തെ ഞാൻ ടൈം ആയിരുന്നു. 8 മാസം ഒരാൾ ടെനന്റ് താമസിച്ചു, 4 മാസം ഞാൻ താമസിച്ചിരുന്നു, അത് ടൈം ബേസിസ്. ഇനി ഒരു പ്രോപ്പർട്ടി ഉണ്ട്, അതിനെ ഞാൻ ഹാഫ് ആക്കി, ഒരു സ്ഥലം ലെറ്റ് ഔട്ട് ചെയ്തു, മറ്റു സ്ഥലത്ത് ഞാൻ താമസിക്കുന്നു. അപ്പൊ 12 മന്ത്സ് അയാൾ ലെറ്റ് ഔട്ട്, 12 മന്ത്സ് ഞാൻ സെൽഫ് ഓക്യുപ്പൈഡ്. അപ്പൊ എന്താ ചെയ്യുന്നത്, അതിനെ നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, സോ ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി വിൽ ബി കൺസിഡർഡ് ആസ് ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി ആൻഡ് SOP will be considered as SOP. രണ്ട് ഇൻഡിപെൻഡന്റ് ഹൗസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, അതിനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. സോ ഫോർ LOP യൂണിറ്റ് GAV മുനിസിപ്പൽ ടാക്സ് ഇൻട്രസ്റ്റ് പെർസെന്റേജ് വൈസ്, ഫോർ SOP ഇൻട്രസ്റ്റ് പെർസെന്റേജ് വൈസ്. ഓക്കെ, പെർസെന്റേജ് വൈസ് എന്ന് പറയുമ്പോൾ എത്ര ഏരിയ ആണ് നമ്മുടെ ലെറ്റ് ഔട്ട് ആയതും എത്ര ഏരിയ ആണ് നമ്മുടെ സെൽഫ് ഓക്യുപ്പൈഡ് ആയതും ആ പെർസെന്റേജിൽ വേണം. അത് നിങ്ങൾക്ക് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ടാവും. ഓക്കെ, ലോസ് ഫ്രം SOP വിൽ ബി സെറ്റ് ഓഫ് അഗേൻസ്റ്റ് ഇൻകം ഫ്രം LOP. ഇത് ഓർത്ത് വെക്കാം. SOP ഇതിൽ നിന്ന് വരുന്ന ലോസ് ഇതിന്റെ ഇൻകമിന്റെ അഗേൻസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ഓഫ് ക്ലെയിം ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി when SSE owns more than 2 residential house property and all are reserved for self-occupied property. ഇതാണ് നമ്മുടെ amendment. ഇത് ഞാൻ എന്റെ amendment ലെക്ചറിൽ ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ, ഡീറ്റെയിൽ ആയിട്ട്. എന്നാലും ഞാൻ പറയാം. എന്റെ കയ്യിൽ 2 കൂടുതൽ ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട്. ഇത് ചാൻസസ് ഉണ്ട് എക്സാമിൽ വരാൻ. 2 കൂടുതൽ എന്റെ കയ്യിൽ ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട്. അങ്ങനത്തെ കേസിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, എനിക്ക് 2 വീട് SOP ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ, മറ്റു വീട് എന്റെ DLOP ആയിട്ട് കൺസിഡർ ആവും. ഓക്കെ, സോ അത് നമുക്ക് കോമ്പിനേഷൻ ആയിട്ട് നോക്കേണ്ടി വരും. സപ്പോസ് എനിക്ക് 3 വീടുണ്ട്, ABC. ഓക്കെ, ഇത് ഞാൻ ഓൾറെഡി അമെന്റ്മെന്റ് ലെക്ചറിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ദിസ് ഇസ് ജസ്റ്റ് റിവിഷൻ ആണ്. ABC 3 ഹൗസസ് ഉണ്ട്. അപ്പൊ Aയും Bയും ആദ്യം സെൽഫ് ഓക്യുപ്പൈഡ്, C DLOP ആവും. പിന്നെ Bയും Cയും സെൽഫ് ഓക്യുപ്പൈഡ്, A നമ്മുടെ എന്താവും, DLOP ആവും. പിന്നെ Aയും Cയും സെൽഫ് ഓക്യുപ്പൈഡ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ബിനെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, DLOP ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. ഏതിന്റെയാണോ ഇൻകം ലോവസ്റ്റ് ആയിട്ട് വരുന്നത് അതിനെയാണ് നമുക്ക് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി when house property is owned by more than one owner, അതായത് co-owners ഉണ്ടെങ്കിൽ എന്താ ചെയ്യുന്നത്, സിമ്പിൾ ആണ്. ഒരു ആളുടെ ആണ് ആ വീടിന്ന് കൺസിഡർ ചെയ്യുക, എന്നിട്ട് ഫുള്ള് കാൽക്കുലേറ്റ് ചെയ്യുക. അതിനുശേഷം ലാസ്റ്റ് വരുന്ന ഇൻകം ഉണ്ടല്ലോ, അത് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഓണേഴ്സ് ചെയ്യുക. അപ്പൊ ഓരോ കോ-ഓണേഴ്സിന്റെ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ എന്താ ചെയ്യേണ്ടത്, ഇഫ് ദർ ആർ കോ-ഓണേഴ്സ് ഉണ്ടെങ്കിൽ ആദ്യം ഫുള്ള് നോർമൽ ആസ് എൻ ഇൻഡിപെൻഡന്റ് ഒരു വീട് മാതിരി അതിനെ കാൽക്കുലേറ്റ് ചെയ്യുക, ഹൗസ് പ്രോപ്പർട്ടി ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് ആ ഇൻകത്തിനെ ഡിവൈഡഡ് ബൈ എത്ര കോ-ഓണേഴ്സ് ഉണ്ടോ ഡിവൈഡഡ് ബൈ എത്രയും ചെയ്യുക. അപ്പൊ ഈച്ച് കോ-ഓണറിന്റെ ഇൻകം നമുക്ക് കിട്ടും. ഇനി ഇതിൽ ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തു ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ SOP ആണെങ്കിൽ 2 lakhs പെർ ഓണർ. ഓക്കെ, 3 ഓണേഴ്സ് ഉണ്ടെങ്കിൽ 2 lakh 3 ഓണറിനും കിട്ടും. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് ഹൗസ് വൈസ്, ഇറ്റ് ഈസ് ഓണർ വൈസ്, SSE വൈസ്. ഓക്കെ, അപ്പൊ ഒരു വീട്ടിൽ 3 ഓണേഴ്സ് ഉണ്ടെങ്കിൽ 3 കോ ഓണർഷിപ്പിലാണെങ്കിൽ 3 പേർക്കും 2 ലക്ഷത്തിന്റെ ലിമിറ്റ് കിട്ടുന്നതാണ്. ഓക്കെ, ഇനി അടുത്തത് ഇവിടെ എഴുതിയിട്ടുണ്ട്, ഇൻട്രസ്റ്റ് ലിമിറ്റ് അണ്ടർ സെക്ഷൻ 24B ഈസ് ആസ് പെർ SSE ആൻഡ് നോട്ട് ആസ് പെർ ഹൗസ്.
ഇനി നെക്സ്റ്റ് വൺ സെക്ഷൻ 25A. അപ്പൊ നമ്മൾ ഇതുവരെ എന്തൊക്കെ ചെയ്തത്? സെക്ഷൻ 22 ചാർജിങ് സെക്ഷൻ, സെക്ഷൻ 23 GAV, സെക്ഷൻ 24 ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ഫണ്ട്, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ നോക്കി, സെക്ഷൻ 25A. Okay, provision of for arrears of rent and unrealized rent receipt. അതായത് ഞാൻ നേരത്തെ അൺറിയലൈസ് എന്ന് കരുതിയ എമൗണ്ട് എനിക്ക് ഇപ്പോ അത് ഇൻകം ആയിട്ട് വന്നു, അതായത് റിക്കവർ ആയി. അൺറിയലൈസ്ഡ് റെന്റ് അല്ലെങ്കിൽ അരിയേഴ്സ് എനിക്ക് തിരിച്ചു കിട്ടി. ഏത് വർഷത്തില്? എന്റെ പ്രീവിയസ് ഇയറിൽ കിട്ടിച്ചാൽ അത് ഈ വർഷത്തിന്റെ ഇൻകം ആയിട്ട് കൺസിഡർ ചെയ്യും. ഓക്കെ, കൂടാതെ 30% സ്റ്റാൻഡേർഡ് ഡിഡക്ഷനും കിട്ടും. അപ്പോൾ സിമ്പിൾ ഇനഫ്, എനിക്ക് എത്രയാണോ റിക്കവർ ആയത് ഇൻടു 70% എന്റെ ടാക്സിബിൾ എമൗണ്ട്, അതായത് 30% സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. ഓക്കെ, even though this is most important, even though in a year of receipt SSC is not the owner, then also income from house property. അതായത് ഞാൻ 2017-18 അതിന് അൺറിയലൈസ്ഡ് റെന്റ് ആയിട്ട് കരുതി. ഓക്കെ, ബട്ട് ഞാൻ 1920 ഞാൻ ആ പ്രോപ്പർട്ടിയുടെ ഓണർ അല്ല. പക്ഷെ എനിക്ക് 1920 ആ റെന്റ് റിക്കവർ ആയി വന്നത്. എന്നാൽ കൂടിയിട്ടും ആ വീട് എന്റെ പേരിൽ അല്ലെങ്കിൽ കൂടിയിട്ടും അത് 1920 എന്റെ ഇൻകം ആയിട്ട് കരുതപ്പെടും. ഓക്കെ, ആൻഡ് 30% സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കിട്ടും, 70% മുള്ള ടാക്സ് അടയ്ക്കണം. ഓക്കെ, കോമ്പോസിറ്റ് റെന്റ്. കോമ്പോസിറ്റ് റെന്റ് എന്ന് പറയുന്നത് അതായത് വീടിന്റെ റെന്റും അവിടെയുള്ള ഫർണിച്ചറോ അല്ലെങ്കിൽ അമെനിറ്റീസിന്റെ rentum included on. So composite rent. So tax treatment when SSC recovers rent for the property as well as charges for services rendered to be to other tenant. അതായത് ബിൽഡിങ്ങിന്റെ റെന്റ്, അവിടെയുള്ള സർവീസസും അമ്യൂണിറ്റീസും ഫർണിച്ചറിന്റെ എല്ലാത്തിന്റെ റെന്റ് രണ്ടും കൂടി ഒരുമിച്ചാണ് ഓണർ ടെനന്റിന്റെ കയ്യിൽ നിന്ന് മേടിക്കണമെങ്കിൽ അതിനെയാണ് നമ്മൾ കോമ്പോസിറ്റ് റെന്റ് എന്ന് പറയുന്നത്. അപ്പോ rent for building plus amount towards use of electricity, water, lift, etc. It is called composite rent treatment. Split the rent to the use of property and to use of electricity, water, lift, etc. That is simple enough. Property amenities rent ആയിട്ട് അതിനെ split ചെയ്യാം. When letting is inseparable, അതായത് ഞാൻ ഫസ്റ്റ് സെപ്പറബിൾ പറയാം, വിച്ച് ഇസ് സിമ്പിൾ. വെൻ ലെറ്റിംഗ് ഇസ് സെപ്പറബിൾ, അതായത് റെന്റിനെ എനിക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നു. അതായത് എനിക്കറിയാം ബിൽഡിങ്ങിന്റെ റെന്റ് എത്രയാ, എമ്യൂണിറ്റീസിന്റെ അതർ അസറ്റ്സിന്റെ റെന്റ് എത്രയാ, അങ്ങനെ എനിക്ക് ബൈഫർക്കേറ്റ് ചെയ്യാൻ സെപ്പറബിൾ ആണെങ്കിൽ റെന്റ് ഓഫ് ബിൽഡിംഗ് എന്റെ HP ഇൻകമാവും ആൻഡ് അതർ PGBP ഓർ IFRS. ഓക്കെ, ഇനി ഇൻസെപ്പറബിൾ ആണ്, അതായത് എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല റെന്റ് ഓഫ് ബിൽഡിംഗ് എത്രയാണ് അല്ല പ്ലസ് അതിന്റെ അതർ അമ്യൂണിറ്റീസ് എത്രയാണ്. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഹോട്ടലിന്റെ ബില്ല് വരുമ്പോൾ ഹോട്ടലുകാർക്ക് മനസ്സിലാവില്ലല്ലോ അത് റെന്റിന്റെ എത്രയാണ്, അതായത് റൂമിന്റെ റെന്റ് എത്രയാണ്, അമ്യൂണിറ്റീസിന്റെ എത്രയാണ്. കാരണം നമ്മളൊരു റൂമിൽ താമസിക്കുമ്പോൾ അതിന്റെ അമ്യൂണിറ്റീസും നമുക്കറിയാം. ബട്ട് ദ തിങ് ഈസ് അത് അവർക്ക് എന്താണ് PGBP ഇൻകം ആണ്, ബിക്കോസ് ദേ ആർ ഹോൾഡിങ് ഇറ്റ്. ഓക്കെ, അപ്പോ അങ്ങനത്തെ കേസിൽ നമുക്ക് റെന്റും അമ്യൂണിറ്റീസും അല്ലെങ്കിൽ റെന്റും അതർ അസറ്റ്സും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഹോൾ റെന്റ് അണ്ടർ PGBP ഓർ IFRS and nothing in HP even though separate rent is fixed. ഇതിന് മുകളിലൊരു കേസ് ലോ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ക്ലാരിഫിക്കേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഹോട്ടൽസിന്റെ കേസിൽ അവർക്ക് എങ്ങാനും റെന്റും അതർ അസറ്റ്സും രണ്ടും സെപ്പറബിൾ ആണെങ്കിൽ കൂടിയിട്ടും അവർക്ക് കമ്പൽസറി അത് PGBP ഹെഡിൽ ടാക്സബിൾ ആണ്. രണ്ടും കൂടെ PGBP ഹെഡിൽ ടാക്സബിൾ ആണ്. അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു ഹോട്ടൽസിന്റെ കേസിൽ. അതായത് ഹോട്ടലുകാർക്ക് അറിയാം റൂമിന്റെ റെന്റ് എത്ര, അമ്യൂണിറ്റീസിന്റെ റെന്റ് എത്ര എന്നുള്ളത്. അപ്പൊ അവരെന്ത് ചെയ്തു, ബില്ലില് രണ്ടും വേറെ വേറെ ആക്കി. ഓക്കെ, അപ്പൊ അങ്ങനെ വന്നാൽ കൂടിയിട്ടും ഹോട്ടൽസിന് എന്ത് ചെയ്യണം, രണ്ടും ആഡ് ചെയ്തിട്ട് PGBP ഇൻകം ആയിട്ട് അത് ടാക്സബിൾ ആവും. ഓക്കെ, അതാണ് നമ്മുടെ കോമ്പോസിറ്റ് റെന്റിന്റെ ട്രീറ്റ്മെന്റ്. അപ്പൊ നമ്മൾ ഇതുവരെ എന്ത് കണ്ടു? സെക്ഷൻ 22 ചാർജിങ് സെക്ഷൻ, സെക്ഷൻ 23 GAVയുടെ വർക്കിംഗ്, സെക്ഷൻ 24 ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ഫണ്ട് ആൻഡ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ, സെക്ഷൻ 25A അൺറിയലൈസ്ഡ് റെന്റിന്റെ റിക്കവറി, കോമ്പോസിറ്റ് റെന്റ്. ഓക്കെ, ലാസ്റ്റ് വൺ സെക്ഷൻ 27.
നമ്മൾ പഠിച്ചില്ലേ സെക്ഷൻ 22. സെക്ഷൻ 22 അതായത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ ടാക്സബിൾ ആവണമെങ്കിൽ നമുക്ക് 3 കണ്ടീഷൻസ് ഉണ്ട്. ഫസ്റ്റ്, there should be a building and land appurtenant thereto. Second, assessee should be the owner of the asset. Owner includes a deemed owner. ഇനി deemed owner എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ സിമ്പിൾ ആണ്, ട്രാൻസ്ഫർ ടു സ്പൗസ് ഓർ മൈനർ ചൈൽഡ്. എന്റെ കയ്യിൽ, ഞാൻ assessee, എന്റെ കയ്യിൽ ഒരു പ്രോപ്പർട്ടി ഉണ്ട്, അത് ഞാൻ സ്പൗസിന്, എന്റെ സ്പൗസിന് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ ഫോർ ഇൻഅഡിക്വേറ്റ് കൺസിഡറേഷൻ ആണെങ്കിൽ അതിൽ നിന്ന് സ്പൗസ് കിട്ടുന്ന ഇൻകം എന്റെ കയ്യിൽ ആസ് എ ഡീംഡ് ഓണർ അതെന്തായിരിക്കും? ടാക്സബിൾ ആയിരിക്കും. ഞാൻ പിന്നെ പറയാം. ഞാൻ SSC, ഞാൻ ഇൻഡിവിജ്വൽ ആണ്, ഞാൻ എന്റെ കയ്യിലുള്ള ഹൗസ് പ്രോപ്പർട്ടി എന്റെ സ്പൗസിന് ട്രാൻസ്ഫർ ചെയ്യാണ് ഫോർ ഇൻഅഡിക്വേറ്റ് കൺസിഡറേഷൻ. ആ പ്രോപ്പർട്ടിയിൽ നിന്ന് എന്റെ സ്പൗസിന് കിട്ടുന്ന ഇൻകം എന്റെ കയ്യിൽ ആസ് എ ഡീംഡ് ഓണർ ക്ലബ് ആവും. ഓക്കെ, അപ്പൊ പക്ഷെ എന്റെയും ഹസ്ബൻഡിന്റെയും ഇടയിൽ അഗ്രിമെന്റ് ടു ലിവ് അപ്പാർട്ട് ഉണ്ടാകരുത്. അതായത് ഞങ്ങൾ ഡിവോഴ്സ് ആയിട്ടില്ല, ബട്ട് വി ആർ അണ്ടർ ആൻ അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് ഞങ്ങൾ രണ്ടുപേരും വേറെ വേറെ താമസിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതായത് ഡീമിംഗ് പ്രൊവിഷൻ അപ്ലിക്കബിൾ അല്ല. ഓക്കെ, ഡീമിംഗ് പ്രൊവിഷൻ എപ്പോഴാണ് അപ്ലിക്കബിൾ? എന്റെയും സ്പൗസും അഗ്രിമെന്റ് ടു ലിവ് അപ്പാർട്ട് ഇല്ല, ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് താമസിക്കുന്നത്. ഓക്കെ, പക്ഷെ എന്റെ കയ്യിലുള്ള ഒരു പ്രോപ്പർട്ടി ഞാൻ എന്റെ സ്പൗസിനെ ട്രാൻസ്ഫർ ചെയ്യാണ് ഫോർ ഇൻഅഡിക്വേറ്റ് കൺസിഡറേഷൻ. ആ പ്രോപ്പർട്ടിയിൽ നിന്ന് എന്റെ സ്പൗസിന് എന്തെങ്കിലും ഇൻകം ജനറേറ്റ് ആവുന്നുണ്ടെങ്കിൽ അത് എന്റെ കയ്യിൽ ആസ് എ ഡീംഡ് ഓണർ ടാക്സബിൾ ആവും. ഓക്കെ, ഇനി അടുത്തത്, എന്റെ കയ്യിൽ ഒരു ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട്, ഞാൻ മൈനർ ചൈൽഡിന് എന്റെ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യാണ് അഗെയിൻ ഫോർ ഇൻഅഡിക്വേറ്റ് കൺസിഡറേഷൻ. അതിൽ നിന്ന് എന്തെങ്കിലും ഇൻകം ജനറേറ്റ് ആവുന്നുണ്ടെങ്കിൽ ആസ് എ ഡീംഡ് ഓണർ അത് എന്റെ കയ്യിൽ ടാക്സബിൾ ആയിരിക്കും. ബട്ട് ഇഫ് ഐ എം ട്രാൻസ്ഫറിങ് മൈ ഹൗസ് പ്രോപ്പർട്ടി ടു എ മൈനർ മാരീഡ് ഗേൾ ആണെങ്കിൽ ഡീമിംഗ് പ്രൊവിഷൻസ് അപ്ലിക്കബിൾ അല്ല. ഓക്കെ, ഇനി ഇവിടെ ഒരു എക്സാമ്പിൾ ഉണ്ട്, അതൊന്ന് നോക്കിക്കോളൂ. Second, the holder of impartable estate is deemed as owner of the property. അതായത് എന്താണ് ഇംപാർട്ടബിൾ എസ്റ്റേറ്റ്? അതായത് അതിനെ പാർട്ടീഷൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഡിപ്പാർട്ട്മെന്റ് എന്താ പറയുന്നത്, അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്, ഒരുപാട് പേര് അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ ഓരോരുത്തരുടെയും പ്രോപ്പർട്ടി ഓരോരുത്തരുടെയും കയ്യിൽ നിന്ന് ടാക്സ് മേടിക്കുന്നതിന് നല്ലത് ഇംപാർട്ടബിൾ എസ്റ്റേറ്റ് ആകുമ്പോൾ അതിലെ ഓരോരുത്തരുടെ വിഹിതം എത്രയെന്ന് മനസ്സിലാവുന്നില്ല. അപ്പൊ ആ കേസില് ഞങ്ങൾ ഫുള്ള് പ്രോപ്പർട്ടിയുടെ മുകളിൽ ഒരാളുടെ, അതായത് അത് ഒരാളുടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, അയാളെ ഡീംഡ് ഓണർ ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അയാളുടെ കയ്യിൽ നിന്ന് ടാക്സബിൾ ആക്കും. ഓക്കെ, അപ്പോ ഇവിടെ ഒരു എക്സാമ്പിൾ ഉണ്ട്. ആസ് പെർ മഹാരാജ ജനക് ഈസ് എക്സ് റൂളർ ഓഫ് palace ആണ്. He divided all his property in 4 sons but could not divide a temple. ആ ടെമ്പിൾ, അതായത് ഒരു പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു, അതിന്റെ ഒരു അമ്പലം ഉണ്ടായിരുന്നു. പ്രോപ്പർട്ടി എല്ലാ 4 മക്കൾക്കും കൊടുത്തു, പക്ഷെ ടെമ്പിൾ പാർട്ടിഷൻ ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ദാറ്റ് ഈസ് ഇംപാർട്ടബിൾ എസ്റ്റേറ്റ്. ആസ് പെർ ഫാമിലി കൺവെൻഷൻ എൽഡർ സൺ ഓക്യുപ്പൈഡ് ദാറ്റ്, സോ ഹി വിൽ ബി ഡീംഡ് ഓണർ. ഓക്കെ, അപ്പോ ഇംപാർട്ടബിൾ എസ്റ്റേറ്റിൽ ആരാണോ അതിനെ ഓക്യുപ്പൈ ചെയ്യുന്നത് ഹി വിൽ ബി കൺസിഡർഡ് ആസ് ഡീംഡ് ഓണർ. അയാളുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ ടാക്സ് കളക്ട് ചെയ്യും. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ അതിനെ നിങ്ങളെ ബ്രദേഴ്സിൽ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പൈസ കൊടുത്ത് തീർന്നോളൂ. പക്ഷെ ഞങ്ങൾ ഒരാളെ പിടിക്കുള്ളൂ, അതായത് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞ് ഞങ്ങൾ ഒരാളെ പിടിക്കുള്ളൂ. ഓക്കെ, അയാളെ ഞങ്ങൾ ഡീംഡ് ഓണർ ആയിട്ട് കൺസിഡർ ചെയ്യും. പിന്നെ ബാക്കി നിങ്ങൾ 4 മക്കളുടെയും കൂടിയിട്ടാണെങ്കിൽ അത് നിങ്ങൾ തീരുമാനിക്കാം. ഓക്കെ, ഇനി പ്രോപ്പർട്ടി ഹെൽഡ് ബൈ എ മെമ്പർ ഓഫ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി. അതായത് സാധാരണ നിങ്ങൾ അപ്പാർട്ട്മെന്റ്സിൽ താമസിക്കുമ്പോൾ ആ ബിൽഡിംഗ് സൊസൈറ്റി ആണ് അതിന്റെ ഓണർ എങ്കിലും അവിടെ താമസിക്കുന്ന ആൾക്കാര് ബെനിഫിഷ്യൽ ഓണറാണ്. ഓക്കെ, സോ ബെനിഫിഷ്യൽ ഓണർ, അതായത് ഇപ്പൊ ഞാനൊരു ഫ്ലാറ്റിൽ താമസിക്കുകയാണെങ്കിൽ ഈ സൊസൈറ്റിയാണ് അതിന്റെ ഓണർ. ഓക്കെ, ഞാൻ ബെനിഫിഷ്യൽ ഓണറാണ്. അപ്പൊ ഞാൻ എന്തെങ്കിലും ഒരു ഹൗസ് പ്രോപ്പർട്ടി ഞാൻ റെന്റിന് കൊടുക്കുകയാണെങ്കിൽ എനിക്ക് പറയാൻ പറ്റില്ല ഞാൻ ബെനിഫിഷ്യൽ ഓണർ ആണ്, ഞാൻ അതിന്റെ റിയൽ ഓണർ അല്ല എന്നുള്ളത്. ഓണർ സൊസൈറ്റി ആണ്, ഞാൻ വെറും ബെനിഫിഷ്യൽ ഓണറാണ്, അങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല. ഞാൻ എന്നെ ഡീംഡ് ഓണർ ആയിട്ട് കൺസിഡർ ചെയ്യും. എന്നിട്ട് എന്റെ കയ്യിൽ നിന്നാണ് റെന്റ് മേടിക്കുന്നത്. അതായത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി SSC ഞാനായിരിക്കും, സൊസൈറ്റി ആവില്ല. ഓക്കെ, ഇനി ഹോൾഡിംഗ് പൊസിഷൻ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി അണ്ടർ പാർട്ട് പെർഫോമൻസ് ഓഫ് ദി കോൺട്രാക്ട്. പാർട്ട് പെർഫോമൻസ് ഇത് നമ്മൾ ഓൾറെഡി അമെന്റ്മെന്റ്സിൽ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇഫ് പേഴ്സൺ അക്വയർസ് എ പ്രോപ്പർട്ടി അണ്ടർ സെക്ഷൻ 53A ഓഫ് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് ഡീംഡ് ഓണർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നതാണ്. അതായത് ഞാൻ പറഞ്ഞില്ലേ, പാർട്ട് എമൗണ്ടും കൊടുത്തിട്ടുണ്ടെങ്കിലും ഇൻ ദി 4 ഫോംസ്, ഓക്കെ, 4 മോഡ്സിൽ പേയ്മെന്റ് ചെയ്യുകയാണെങ്കിലും എന്താണ് ഡീംഡ് ഓണർ ആയിട്ട് കൺസിഡർ ചെയ്യും. ഓക്കെ, ഇതായിരുന്നു നമ്മുടെ
in case of house let out on lease, ഇത് അത്രയും ഇമ്പോർട്ടൻ്റ് അല്ല. On agreement which is more than 12 months. On a lease term of more than equal to 12 months fixed originally or through extension, and on agreement which is more than 12 months. Okay, for example, if Mr. X gives property on lease to Mr. Y for 8 years and which after which it is extendable for 6 years. So total 14 years. Therefore, Mr. Y deemed owner, അതായത് എക്സ്റ്റെൻഡബിൾ പീരീഡും എന്ത് ചെയ്യും, ലീസിൽ എക്സ്റ്റെൻഡഡ് പീരീഡിനെയും ഡീംഡ് ഓണർ ആയിട്ട് കൺസിഡർ ചെയ്യും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഹൗസ് പ്രോപ്പർട്ടി ഉണ്ടായിരുന്നത്. സോ ദിസ് ഇസ് സാലറി. ഇതായിരുന്നു നമ്മുടെ ഹൗസ് പ്രോപ്പർട്ടി. സോ ഹൗസ് പ്രോപ്പർട്ടിയിൽ നമ്മുടെ സെക്ഷൻ 22 മുതൽ 27 വരെ നമ്മൾ കവർ ചെയ്തു. സെക്ഷൻ 22 ചാർജിങ് സെക്ഷൻ, സെക്ഷൻ 23 GAVയുടെ വർക്കിംഗ് നന്നായിട്ട് ചെയ്തു പോവുക. GAVയുടെ വർക്കിംഗ് എസ്പെഷ്യലി വീക്കെൻഡ് റെന്റ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് സെക്ഷനിൽ ചോദിക്കാം, ഞാനത് ക്ലാരിഫൈ ചെയ്യുന്നതായിരിക്കും. എൻ്റെ മെയിൽ ഐ ഡിയും ഞാൻ ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ കൊടുക്കുന്നതാണ്. അപ്പൊ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ സ്ട്രേറ്റ് അവേ യു ക്യാൻ മെസ്സേജ് ടു ഓർ മെയിൽ ടു മൈ മെയിൽ ഐ ഡി. ഓക്കെ, മെയിൽ ഐ ഡിയിൽ സ്ട്രേറ്റ് ആയിട്ട് മെയിൽ ചെയ്യാം, അല്ലെങ്കിൽ എൻ്റെ ഫേസ്ബുക്ക് മെസ്സഞ്ചറിൽ നിങ്ങൾക്ക് മെസ്സേജ് ഇടാം. എൻ്റെ പേര് നീലിമ വർമ്മ, NEELIMAVARMA. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാം. ഓൾ ദ ബെസ്റ്റ് ടു എവ്രി വൺ. പ്രിപ്പറേഷൻസ് നന്നായിട്ട് നടക്കട്ടെ. ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ് ആൻഡ് യുവർ ഫാമിലി. ബൈ ബൈ.